റെഡി 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 റെഡി. അച്ഛന്റെ ശബ്ദം. അച്ഛൻ സംസാരിക്കില്ലേ അച്ഛാ? അച്ഛൻ ഇവിടെ ഇല്ല. ഈ സീനിൽ അച്ഛൻ ഇല്ല. എന്താണ് ഒരു കല്യാണം മുടക്കണ്ടല്ലോ. അനു നന്നായിട്ട് തയ്ക്കും കേട്ടോ. തയ്ക്കുകയും ചെയ്യും തേക്കുകയും ചെയ്യും. ഒരു കാര്യം അറിയാമോ, ഇവർക്ക് കൊറോണ 2-3 വന്നു, എനിക്ക് മാത്രം വന്നില്ല. ഇവര് പറയും ഞാനാ കൊണ്ട് കൊടുത്തേന്ന്, പക്ഷെ എനിക്ക് വന്നില്ലല്ലോ. സത്യത്തില് കുറച്ച് കോഴിത്തരം കയ്യിലുണ്ടോ? കോഴിയല്ലാത്ത ആരാള്? സത്യമായിട്ടും ഞാൻ ചെറിയൊരു കോഴി. എത്ര പേര് തേച്ചിട്ടുണ്ട്? തേച്ച് കണക്കൊക്കെ ഇപ്പൊ ഇതൊക്കെ പറയാനല്ലോ. അല്ല, ഞാൻ ഉള്ള കാര്യം ഞാൻ ജനോട്ട് പറയുന്ന കുട്ടിയാണ്. ഒന്നാമത് ഇത്രയും കേട്ടപ്പോ തന്നെ അവന് മനസ്സിലായിട്ടുണ്ടാവും അതിനിട്ടിട്ട് വെച്ചതാണ്. ഈ റൂമിൽ അത് അത് ക്യാമറ വെച്ചു. അതൊക്കെ സർപ്രൈസ് ആണ്. ചേച്ചി എന്റെ കൂടെ ഒരു സ്ഥലത്ത് വരാൻ പറ്റൂല്ലയോ? വരാം. ഹലോ, വെൽക്കം ടു ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറച്ച് ദൂരയാത്രയൊക്കെ ചെയ്ത് കൊച്ചിയിൽ നിന്ന് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഇപ്പൊ ട്രിവാൻഡ്രത്തേക്കാണ്. കണ്ടിരുന്നല്ലോ അനുവും ഞാനും കൂടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്. അങ്ങനെ അർമാദിച്ചതിന് ശേഷം ബാക്കി ഇന്ന് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അതായത് അനുവിന്റെ വീട്ടിലേക്ക് നമ്മൾ ഇടിച്ചു കയറുന്നു. അച്ഛനോടും അമ്മോടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്താണ് സത്യാവസ്ഥ? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഒക്കെ നമുക്കറിയാം കേട്ടോ. അപ്പൊ കുറച്ച് ട്രാവൽ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ഒരു കോൾഡും കാറ്റടിച്ചുകൊണ്ടൊക്കെയാന്ന് തോന്നുന്നുണ്ട്. കുറച്ച് പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ വെൽക്കം വൺസ് അഗൈൻ ടു ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടക്കാൻ പോവാണ്. അതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുഖവരില്ലാതൊരു കാര്യം പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട്, എനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഒരു 1 മന്തിലും കൂടുതലായിട്ടുണ്ടായിരിക്കും, എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ നമുക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ചോദിക്കുകയാണ്. ഞാൻ ഈ സ്റ്റോറീസ് ഒക്കെ ഇടുമ്പോൾ അധികം മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ഫോട്ടോസ് ഇടുക. അപ്പം എൻ്റെ ഡാർക്ക് സർക്കിൾസ്, എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. ചേച്ചി ഭയങ്കരമായിട്ട് അണ്ടർ ഐ ക്ലിയർ ആയി തുടങ്ങിയല്ലോ, ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറഞ്ഞല്ലോ എന്ന് കുറേ പേര് ചോദിച്ചു തുടങ്ങി. നല്ലൊരു വ്യത്യാസം അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും അല്ലേ? ഞാൻ വേണമെങ്കിൽ ബിഫോറും ഇപ്പോഴത്തെ ഈ ആഫ്റ്ററും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ച എല്ലാവരോടും പറയാനുള്ളത്, എന്നെ ഹെൽപ്പ് ചെയ്ത പ്രൊഡക്റ്റാണ് ഇത്. അണ്ടർ ഐ സിറം വെനോറ ഓർഗാനിക്സിൻ്റെ ആണ് കേട്ടോ. വെനോറ ബ്രാൻഡിനെ പറ്റിയിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി. അതായത് നമ്മുടെ തൃശ്ശൂരിലൊരു ഫംഗ്ഷന് ഞാൻ പോയപ്പം മാസ്ക് ഒക്കെ വെച്ച്, കോവിഡിൻ്റെ ആ ഒരു എക്സ്ട്രീം ടൈമിലാണ് പോയിട്ടോ, മാസ്ക് ഒക്കെ വെച്ച് ഞാൻ പോയപ്പം ഡോക്ടർ നയന എൻ്റെ കൂടെ ആ ഒരു സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എൻ്റെ ഇത്രയും പോർഷൻ കണ്ടപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത്, ലക്ഷ്മി സ്കിന്നൊക്കെ ആകെ ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട്, ആയുർവേദിക് ഡോക്ടറാണ് പുള്ളിക്കാരി, എനിക്കൊരു സാഷേ തന്നു ഒരു പ്രൊഡക്റ്റിൻ്റെ. അതങ്ങോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഞാൻ തന്നെ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇനിയും വേണം, എനിക്ക് തന്ന സാഷേ തീർന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ കുറച്ചധികം അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് തന്നിട്ട്, ഞാനിപ്പോൾ വെനോറ ഓർഗാനിക്സിൻ്റെ ഭയങ്കര ഫാനാണ്. നല്ല റിസൾട്ടാണ് കേട്ടോ. ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ വെനോറ ഓർഗാനിക്സിൻ്റെ അണ്ടർ ഐ സിറം, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫേസ് ക്ലെൻസ് ചെയ്യുക. ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ശരിയല്ലേ? 2 നേരം ചെയ്താൽ അത്രയും ഗുണമായിരിക്കും കേട്ടോ. നമ്മുടെ വെനോറ ഓർഗാനിക്സിൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, അതായത് ഈ ഒരു മൈൽഡ് ഫോമിങ് ക്ലെൻസർ എന്ന് പറയുന്നത്. സാധാരണ ക്ലെൻസേഴ്സ് ചിലപ്പം ഭയങ്കര ഫോം ആയിരിക്കും, ഇത് പക്ഷെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോമിങ് കൺസിസ്റ്റൻസിയാണ് ഇതിലുള്ളത്. അറ്റ് ദ സെയിം ടൈം വെനോറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അവർ പ്രൊഡക്ട്സ് എല്ലാം ഡെവലപ്പ് ചെയ്യണത്. അപ്പം ഇതിൽ അതായത് വൈറ്റമിൻ റിച്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ചിൻ്റെ എക്സ്ട്രാക്ട്സും അതുപോലെ മാരിഗോൾഡും ആണ്. അതായത് നാച്ചുറലി സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ആയുർവേദിക് പ്രിൻസിപ്പിൾസ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള. ഇത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുകയില്ല. അറ്റ് ദ സെയിം ടൈം നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് കിട്ടും. അതായത് ഒരു മോയ്സ്ചറൈസിങ് ഫീലാണ് നമുക്ക് ആക്ച്വലി കിട്ടിക്കൊണ്ടിരിക്കുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഡെയിലി നമ്മൾ 2 തവണ ട്വൈസ് യൂസ് ചെയ്യണം. അതായത് ഞാൻ യൂസ് ചെയ്യുക കാലത്തും അതുപോലെ തന്നെ രാത്രി മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് അങ്ങനെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ യൂഷ്വലി കിടക്കാറുള്ളത്. ഇതിലൊരു വൈറ്റനിങ് കോംപ്ലക്സും ഉണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുമ്പം നമ്മുടെ സ്കിന്നിലൊരു ബ്രൈറ്റൻ ടോൺ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. നല്ല ബെസ്റ്റ് റിസൾട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ഇതിലെ സിൽക്കൺ ബ്രഷ് ഉണ്ടല്ലോ. കുറച്ച് സാധാരണ നമ്മൾ ഫേസ് വാഷ് ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി വരും. ഇത് ഒറ്റ പമ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ കാലം മാറി തുടങ്ങി, ഇപ്പോഴും സോപ്പൊക്കെ യൂസ് ചെയ്യണവർ പറയാനുള്ളത്, സോപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രായം തോന്നിച്ചു തുടങ്ങും, ഏജ് സൈൻസ് കൂടി തുടങ്ങും. അപ്പം ഇതുപോലെയുള്ള ആയുർവേദിക് ക്ലെൻസേഴ്സിലേക്കൊക്കെ നമ്മൾ സ്വിച്ച് ചെയ്യേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഇതൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം.
കണ്ടോ, ഒറ്റ പമ്പ്, ഇച്ചിരി മതി. നമ്മളിതാ ഇങ്ങനെ അങ്ങനെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നു. ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒന്ന് തൊട്ട് നോക്കുമോ എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ഒരു എന്താ പറയുക, സോഫ്റ്റൺ ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന്, ഒരു സ്മൂത്ത് ഇങ്ങനെ ഫ്ലോയി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഇനിയാണ് നമ്മുടെ സിറം, അതായത് അൺഡ്രൈ ജെൽ സിറം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അതും വെനോറ ഓർഗാനിക്സിൻ്റെ തന്നെയാണ്. ശരിക്കും പേര് തന്നെ ഏജ് ഡിഫൈനിങ് അണ്ടർ ഐ ജെൽ സിറം എന്നാണ്. ആക്ച്വലി എൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഓവറായിട്ട് ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ എക്സ്പോസ്ഡ് ആവുന്ന ഒരാളാണ്, അറിയാലോ. നമ്മളിപ്പോൾ സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിന് തന്നെ നിൽക്കുമ്പോൾ ഒരു 100 ലൈറ്റൊക്കെ ആയിരിക്കും നമ്മുടെ ഫേസിലേക്ക് അറ്റ് ടൈം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണേ. പക്ഷേ എനിക്ക് ശരിക്കും ഡാർക്ക് സർക്കിൾസ് വന്നു തുടങ്ങിയോണ്ട്, ഞാനൊരു പഠിപ്പിസ്റ്റ് ആയതുകൊണ്ടാണ് അറിയില്ല, ഞാൻ 10th പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ പതുക്കെ വന്നു തുടങ്ങിയത് കേട്ടോ, അങ്ങനെ ഡാർക്ക് സർക്കിൾസ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ ഇടയിലും ഒരു 21 ഒക്കെ ആകുമ്പോഴേക്കും മിക്ക ആൾക്കാരുടെ ഇടയിലും കാണുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ഫുൾ ടൈം ഇങ്ങനെ ഫോണിൻ്റെ മുന്നിൽ, സിസ്റ്റത്തിൻ്റെ മുന്നിൽ, എസ്പെഷ്യലി ടെക്കീസിൻ്റെ കണ്ണിലൊക്കെ നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസ് കാണാനും പറ്റും. ഒരു പരിധി വരെയൊക്കെ ഞാൻ മേക്കപ്പ് ഇട്ട് പുട്ടിയടിച്ച് കൺസീൽ ഇതൊക്കെ നടന്നിരുന്നു. പക്ഷേ ലാസ്റ്റ് നമുക്ക് എത്രയൊക്കെ കൺസീലർ വരെ എൻ്റെ അടുത്ത് സുല്ലിട്ടിട്ട് പോയി. ആ സമയത്താണ് ഞാൻ ഡോക്ടറെ അന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡോക്ടർ നയനെ. അപ്പോൾ ഡോക്ടർ അന്ന് എനിക്ക് ആ തന്ന സാക്ഷിയിലുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റും കൂടി ആട്ടത് ഈ ഒരു അണ്ടർ ഐ ജെൽ സിറം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ലൈക്ക് റിയൽ ക്യാരറ്റ് ഓയിൽ, അതുപോലെ കുക്കുംബർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, അതുപോലെ ആൽഗി എക്സ്ട്രാക്ട്സ്, ദെൻ വൈറ്റമിൻ എ, അങ്ങനെയുള്ള ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോൾ ഓൺ ടൈപ്പാണ്, കണ്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇവിടെയുള്ള നമ്മുടെ കംപ്ലീറ്റ് സ്കിന്നാണെങ്കിലും അതുപോലെ മസിൽസ് ആണെങ്കിലും ഒക്കെ നല്ല റിലാക്സ്ഡ് ആയിട്ട് നന്നായിട്ട് ലൈറ്റായി കിട്ടും. അതുമാത്രമല്ല ഫൈൻ ലൈൻസ് ഉണ്ടെങ്കിലും ഡാർക്ക് സർക്കിൾസ് ആണെങ്കിലും റിങ്കിൾസ് ആണെങ്കിലും എല്ലാം മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആക്ച്വലി കാലത്ത് ഇപ്പം ഞാൻ ചെയ്യണത് എന്താ പറഞ്ഞാൽ, അതായത് ഒരു 20 days 21 days ഒക്കെ കഴിയുമ്പോൾ ഭയങ്കര വിസിബിൾ റിസൾട്ടാണ്. ഞാനിപ്പോൾ ഏകദേശം 1 മാസത്തിൽ കൂടുതലായി ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയിലൊരു ബ്രേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചെയ്യുക, കാലത്ത് ഷൂട്ടിന് മുമ്പ് മേക്കപ്പിന് മുമ്പ് തന്നെ ഞാനിതൊരു ലെയർ ഇട്ട് വെച്ചേക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ മേക്കപ്പ് ചെയ്യുക. ഇതങ്ങനെ സ്റ്റിക്കി ഒന്നുമല്ല, നല്ല സ്കിൻ അബ്സോർബൻ്റാണ്. അപ്പം പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്തോളും. എന്നിട്ട് ഞാൻ ബാക്കി മേക്കപ്പ് ചെയ്യാറുള്ളത്. അതുപോലെ രാത്രിയും ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യാറ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള നാച്ചുറൽ ആയുർവേദിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാലേ ഒരു ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ടെക്നോളജി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ വരുന്ന ബ്ലൂ ലൈറ്റ് റേസ് ഒക്കെ ഇല്ലേ, ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയാണിത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. കാരണം ഒരു സ്പാനിഷ് ടെക്നോളജി നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതും എൻ്റെ തൃശ്ശൂരിൽ നിന്നും കൂടെ പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ അഭിമാനമാണ്. അവരുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് തൃശ്ശൂരിൽ വരികയാണ്. ഇത്ര നാളും ഓഫ്ലൈൻ സ്റ്റോറായിരുന്നു, ഇപ്പോൾ ഇത് ഓൺലൈൻ സ്റ്റോർ തൃശ്ശൂരിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഐ എം സോ മച്ച് എക്സൈറ്റഡ് കേട്ടോ. അപ്പം ലൈക്ക് 100% ട്രസ്റ്റ് വർത്തി ആയിട്ട് വെനോറയുടെ ഏത് പ്രൊഡക്ട്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് മാത്രമല്ല, ഇപ്പം ഞാൻ ആക്ച്വലി ഇപ്പം ലൈക്ക് മൈൽഡ് ആയിട്ടുള്ള ഫോമിങ് ക്ലെൻസർ കാണിച്ചു തന്നു, അതുപോലെ അൺഡ്രൈ ജെൽ സിറം കാണിച്ചു തന്നു, ഇതുപോലെ ലൈക്ക് സോപ്പ് ബാർ ഉണ്ട്, അതുപോലെ മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, അങ്ങനെ അതുപോലെ ഗുവാഷ, JD റോളർ, അങ്ങനെ ഒരുപാട്. ദെൻ റെജുവനേറ്റ, അതൊക്കെ എടുത്ത് പറയേണ്ടതാണ്. 4-in-1 ജെൽ, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെനോറ ഓർഗാനിക്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത്രയും ബെസ്റ്റ് റിസൾട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം ഞാനൊരു ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ഏതായാലും എന്താ പറയുക, ബാക്കി വിശേഷങ്ങൾ ഇനി വഴിയേ. അപ്പം ഞാനിനി പതുക്കെ എന്തായാലും അണ്ടറയിലും ഞാൻ ഒരു തിൻ ലൈൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഡ്രസ്സ് ചെയ്തതിന് ശേഷം അനുക്കുട്ടിയുടെ വീട്ടിലേക്ക് പോണതിന് മുമ്പ് വണ്ടി പല സ്ഥലങ്ങളിലും ചവിട്ടി നിർത്തേണ്ടതായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ നമ്മുടെ അനുക്കുട്ടിക്ക് വേണ്ടി നമുക്ക് വാങ്ങാനുണ്ട്. എന്നിട്ട് വീട്ടിൽ പോവാം. ആരെയൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെ വിശേഷങ്ങൾ അറിയാൻ പറ്റും വഴിയേ. അയ്യോ, അങ്ങനെ
കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞല്ല, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നാണ് ഈ ഒരു ഐറ്റം ഞാൻ കണ്ടുപിടിച്ചേട്ടോ. കുറുക്കഞ്ചേരിയിൽ നിന്ന് തപ്പി. അതിനുശേഷം എവിടെ പോയാലും ഈ മധുരണ്ണൻ എന്താണെന്ന് ആർക്കും അറിയണില്ല. പറയാലോ, മധുരണ്ണനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണാനായിട്ട് മധുരണ്ണൻ്റെ നാട്ടിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം വളരെ മര്യാദപൂർവ്വം മധുരണ്ണൻ ഗിഫ്റ്റും കൊണ്ട് ചെല്ലാന്നാണ് ഞാൻ വിചാരിക്കണേ. അങ്ങനെ ഇവിടെ ഞാൻ എല്ലാം നടന്നു. മധുരണ്ണൻ ഞാൻ ചോദിച്ചു ലാസ്റ്റ് ഈ കടയിൽ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. കടയുടെ പേരെന്താ? പേരില്ലാത്ത കടയാണ്. നമുക്ക് ലക്ഷ്മി നക്ഷത്രം എന്ന് നാളെ മുതൽ ഇടാം. ഇതിൽ ഏതാ ഈ മധുരണ്ണൻ എന്ന് പറഞ്ഞ? ഇതാണോ മധുരണ്ണൻ? ഇത് നമ്മുടെ ഇവിടെ ഞാലിപ്പൂവനല്ലേ? ഞാലിപ്പൂവൻ കുറുക്കഞ്ചേരിയിൽ ഞാലിപ്പൂവൻ എന്നാ പറയാ, ഇവിടെ മധുരണ്ണൻ എന്നാ പറയാ അല്ലേ? പിന്നെന്താ പറയാ? രസകദളി. ഓക്കെ. ഈ ഒരു മധുരണ്ണൻ എനിക്ക് പിടിക്കാൻ പറ്റണല്ലോ ഈശ്വര, ഇതും മധുരണ്ണനാണോ? ഓക്കെ. അപ്പൊ ഒരു കൊല മധുരണ്ണൻ തരൂ. ആക്ച്വലി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ, നമ്മുടെ അനുക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത്. കുറുക്കഞ്ചേരിയിൽ നിന്ന് നേരെ നമ്മളിനി ആര്യനാട്ടേക്ക് പോവാ. അപ്പം മധുരണ്ണനും കൊണ്ട് നമ്മുടെ മധുരക്കുട്ടിയല്ല അനുക്കുട്ടിയെ കാണാനായിട്ട് നമുക്ക് പോവാം. അപ്പം ഒരു മധുരണ്ണൻ ഇത് തരുമോ? വലുത് തന്നെ ആയിക്കോട്ടെ. എനിക്ക് ആക്ച്വലി ഇത് കൊണ്ടുപോകണമെന്നായിരുന്നു, പക്ഷെ ഇത് പഴുത്തിട്ടില്ല, പച്ചയാ. ഇതും മധുരണ്ണനല്ലേ? മധുരണ്ണം മതി, കുട്ടി ബ്രാൻഡഡാ. മധുരണ്ണം മാത്രമേ കുട്ടിക്ക് ഇഷ്ടമുള്ളൂ. ഇത് മതി. ഞാൻ പേഴ്സണലി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. എൻ്റെ ഫിനാൻസ് മാനേജർ മിസ്റ്റർ ശ്യാം ബാക്കിലുണ്ടാവും, കാശ് കൊടുത്തോളൂ. ശ്യാമേ, ഗൂഗിൾ പേ ഇടാം, തരൂ. കണ്ടില്ലേ, ഇതാണ് ഈ അനു ഷോയിൽ പറഞ്ഞിരുന്ന ഭയങ്കര ഹൈപ്പ് കൊടുത്തിരുന്ന നമ്മുടെ മധുരണ്ണൻ. ഇവിടെ വണ്ടിയിൽ വെച്ചിരുന്ന സർവീസ് ഒന്നുമില്ല. അപ്പോ കയറ് ഫ്രീ ആന്ന് തോന്നുന്നുണ്ട്. കയറ് കൊടുക്കൂല. അപ്പൊ ശരി, ഇനി മധുരണ്ണനും കൊണ്ട് ആര്യനാടിന്റെ റൂട്ട് മാപ്പ് ചോദിച്ചോണ്ട് നമുക്ക് നേരെ അനുക്കുട്ടിയുടെ വീട്ടിലേക്ക് പോവാം. സോ വെൽക്കം ടു ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. കൊള്ളാലോ, ഭയങ്കര സഹകരണമാണ് കേട്ടോ ആര്യനാട്ടുകാരും നെടുമങ്ങാടുകാരൊക്കെ. അപ്പം ആര്യനാട്ടിലേക്ക് പോകുമ്പോൾ ഈ മധുരണ്ണൻ ഇനി അവിടെ എത്തിയിട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ സഡൻ ബ്രേക്ക് ഇട്ടത് നമ്മുടെ നെടുമങ്ങാടായിരുന്നു. നെടുമങ്ങാട് ഒരു അടിപൊളി ടീം തന്നെയുണ്ട്. എല്ലാവർക്കും ഹായ് ഹായ്. ഭയങ്കര വൈബാണ് കേട്ടോ. ഈ കടയുടെ ഇനോഗ്രേഷന് വന്നൊരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ നാട് മുറിച്ച് ഒന്നും കൂടി ഉദ്ഘാടനം ചെയ്തു എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു. ചേട്ടാ താങ്ക് യു. പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടിയിലേക്ക് ഇത് കൊണ്ടുവയ്ക്കാം. ഈ ശ്യാമുണ്ടല്ലോ, അവന് കണ്ണിച്ചോരില്ല കേട്ടാ, അവൻ സഹായിക്കുന്നില്ല. നമുക്ക് തന്നെ വണ്ടി കൊണ്ടുവയ്ക്കാം. അങ്ങനെ നല്ല പ്രകൃതി രമണീയതയുള്ള സ്ഥലം നമ്മളിപ്പോൾ ആര്യനാട് നമ്മുടെ അനുവിൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അധികം സമയമൊന്നും ആയിട്ടില്ല, പക്ഷെ നല്ല മഴക്കാറാണ് കേട്ടോ. പറഞ്ഞാൽ അരമണിക്കൂർ നേരത്തെ ആയതുകൊണ്ട് മാഡം ചിലപ്പോൾ മേക്കപ്പിലിരിക്കും. അപ്പോൾ അനുക്കുട്ടിയെ പറ്റിയിട്ട് സ്പെഷ്യൽ ഇൻട്രഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ നാളായി അനുവിൻ്റെ വീട്ടിൽ വരണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അനുക്കുട്ടിയുടെ കുറേ അധികം വീട്ടുവിശേഷങ്ങൾ, പിന്നെ നിങ്ങൾ അറിയാത്ത കുറച്ചധികം ഗുഡ് ന്യൂസും ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇന്ന് നമുക്ക് അനുവിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. അപ്പം അനുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ അനുവിൻ്റെ മധുരണ്ണൻ പഴവും കൊണ്ടാണ് കേട്ടോ ചെല്ലാൻ പോണേ. കുറേ നേരമായി കൊതി വരുന്നു. അപ്പോൾ ഒരു പഴമൊക്കെ നമുക്കിങ്ങനെ പതുക്കെ കഴിച്ച് അനുവിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പൗക്കെ പോവാം. എണീറ്റോ എന്തോ, എനിക്ക് നല്ല പോസ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഉറങ്ങായിരിക്കും. ഉറക്കം തീരെ ഇഷ്ടമില്ലാത്ത കുട്ടിയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ വരുന്ന അനുവിനറിയാട്ടോ. എന്താണെന്നറിയില്ല, കോഴി കൂവുന്നു, പട്ടി കുരയ്ക്കുന്നു. ഞാൻ വന്നത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നുണ്ട്.
പേപ്പർ വായിക്കണ ശീലം ആർക്കുമില്ലേ? പേപ്പർ അതുപോലെ ഫ്രഷ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കോളിംഗ് ബെല്ല് ഇവിടെ ഒന്നും അല്ലല്ലോ. ഇത് പ്രീ പ്ലാൻഡാ, ഇത് പ്രീ പ്ലാൻഡാ. എന്നെ ഇങ്ങനെ ഇവിടെ വെച്ച് ക്രൂശിക്കണം എന്നുള്ളത് അതായത് എപ്പിസോഡിൽ എപ്പോഴും എന്റെ നിന്നാണല്ലോ കിട്ടാറില്ലേ. സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണ്? ഞാൻ തന്നെ. ആദ്യമായിട്ട് ഇന്നിയർ വെച്ചിട്ടില്ലല്ലോ. എന്താ ഹാപ്പി ബർത്ത്ഡേ. എത്ര നാളായിട്ട് ഞാൻ മധുരന് വേണ്ടി നടക്കുമെന്നറിയാമോ? ഒരിടത്തും കിട്ടുന്നില്ല. ആണല്ലേ? ഇത് ഞാൻ കൂർക്കഞ്ചേരിയിൽ നിന്ന് കൊണ്ടുവന്നതാന്ന് കുട്ടി വിചാരിക്കും. പക്ഷെ അല്ല, നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ മധുരണം ചോദിച്ചു വാങ്ങി ഞാൻ തന്നതാ. അല്ല, പഴം എങ്ങാനും മാറിപ്പോയാൽ. അയ്യോ, ഇവരുടെയൊക്കെ ഒരു ഇതെങ്ങനെയാണോ? എന്നെ വന്ന കാലത്ത് തന്നെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഞാൻ വലിഞ്ഞു കയറി ചെല്ലുന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നു. ആണല്ലേ? എല്ലാരും വരണോ? പക്ഷെ അവരിപ്പൊ കാണിക്കാൻ പറ്റില്ല, അവര് ക്യാമറയുടെ പിന്നിലായി പോയി. ഇത് വേണം എന്നാ കയറിട്ട് കേട്ടോ. വരൂ, നിങ്ങളും വരൂ അനുവിന്റെ വീട്ടിലേക്ക്. ഇത് മിസ്റ്റർ കലാപവും മധു, നിങ്ങളാണോ ഇതിന്റെ പിന്നിലെ സ്ക്രിപ്റ്റ്? എനിക്ക് അറിയാണ്ട് ചോദിക്കുക. സ്റ്റാർ മാജിക്കിൽ നിന്ന് ആരോ ചോദ്യ പേപ്പർ ചോർത്തിയിട്ടുണ്ട്. കാരണം മൊത്തത്തില് സ്ക്രിപ്റ്റുമായിട്ടൊക്കെയാണല്ലോ വന്നിട്ടുള്ളത്. സ്ക്രിപ്റ്റാ സ്വന്തമായിട്ട് എഴുതിയതാ. അടുത്ത സ്കിറ്റ് നമുക്ക് അനൂപേടെ അടുത്ത് പറയാം, ഒരെണ്ണം അനുക്കുട്ടി എഴുതട്ടെ എന്ന്. എന്നാ വീട്ടിലേക്ക് കയറിയല്ലോ. അമ്മ നമുക്ക് ഒരാഴ്ചകൾ പുട്ടിനുള്ള പഴമായി. ചേച്ചി കൊണ്ടുവന്ന ഗിഫ്റ്റ് അമ്മ. വേറെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അനുവിന്റെ അമ്മ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, ബിക്കോസ് എപ്പോഴും ഫ്ലോറിൽ വരാറുണ്ട്. ഡിറ്റോ അനുവിന്റെ ചേച്ചി എപ്പോഴും ഭയങ്കര അഭിമാനത്തിൽ പറയും, എന്റെ ചേച്ചിക്ക് ഗവൺമെന്റ് ജോലിയാണ്, എന്നെ പോലെ അല്ല, ക്ലർക്കാന്ന് എപ്പോഴും പറയും. ചേച്ചിയുടെ പേരെന്താ? അഖില അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചി വരുന്നു ഒരു റെസ്പെക്റ്റും ഇല്ലേ? പറഞ്ഞപ്പോ ഡ്രസ് ഇട്ടിട്ട് പോവാണല്ലേ? അല്ല, അങ്ങനെയല്ല, രാവിലെ 8 മണിക്ക് പോകേണ്ടതാ. ആണോ? ശരി. ഓ, നിങ്ങളുടെ ഫാമിലി സംബന്ധമായിട്ട് കുറെ മുടി ഉണ്ടല്ലേ? എന്നെ കണ്ടുവരില്ലട്ടോ. എനിക്കില്ല, ഉണ്ടായിരുന്നു സ്ട്രൈറ്റൻ ചെയ്തിട്ട്. ജോലി ഇനിയിപ്പൊ നമ്മളായിട്ട് തിരക്കല്ലേ, അപ്പം നമ്മളായിട്ട് ഇനി വലിക്കണില്ല. ശരി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും വിടാൻ നല്ല വിഷമമുണ്ട്, പക്ഷെ നമുക്ക് അറിയാലോ അല്ലേ, അവർക്ക് വരുന്ന ഒരാളുണ്ട് ഹൗസ് വാമിങ് നടക്കാൻ, അപ്പോഴത്തേക്കും കുറച്ച് വേറെ ആവശ്യം. ശരി ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. പെൺകുട്ടി ഓറങ്ങുന്നുണ്ട്. ചേച്ചി മാത്രമേ ഉള്ളൂ, ചിക്കനില്ലേ? അല്ല, അങ്ങനെ ഇവിടെ പല കാര്യങ്ങളും നടന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വാ, ഇവിടെ ചോദിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നടത്തമായിരുന്നു ഇത്. ഇങ്ങനെ ഒരു 3-4 നടത്തം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നടക്കാൻ പറ്റില്ല. ശരിയാണോ തെറ്റാണോ? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് ഒരു മിനിറ്റ്, നേരത്തെ എന്തായിരുന്നു അമ്മയുടെ അടുത്ത് പറയുന്നത്? അമ്മേ എന്തെടുക്കൂ? ലൈം ജ്യൂസ്. അനുവിന്റെ കസിൻ സിസ്റ്റർ ബാക്കിലേക്ക്, അമ്മ വെള്ളോട്, ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പറയാറുള്ളത്. നിങ്ങൾ ഇന്നും വാട്ടർമെലൺ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, ലൈം ജ്യൂസ്. പുറത്തുനിന്ന് ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ലെമൺ ജ്യൂസ്, ലൈം ജ്യൂസ് എന്നൊക്കെയാണ് പറയുന്നത്. കുടിക്കും. ജിഞ്ചർ ലൈം. ഇതിപ്പോ ആക്ച്വലി എന്താണ്? എനിക്ക് തന്നെ ഇത് മാതളം ഉണ്ടല്ലോ, മാതളം, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നോർമൽ നമ്മൾ ലൈം ജ്യൂസ് അടിക്കുമ്പോൾ നമ്മുടെ മുന്തിരി ആയിട്ട് കൊടുക്കുന്നത്, അത് കിട്ടിയില്ല. അപ്പൊ റെഡ് വേണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു മാതളത്തിന്റെ പീസ് ഇട്ടു. ഞാൻ എന്താ പറയണ്ടേ? ചേച്ചി പറ്റിക്കുന്ന സംഗതികളോട്ടോ. അനുവിന്റെ അമ്മ ഒന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അനുവിന്റെ അമ്മയൊന്നും അധികം ക്യാമറയുടെ ഫ്രണ്ടിൽ വരില്ല. ചേച്ചിയാണെങ്കിൽ ബിസി ആയിട്ട് ജോലി ഉള്ളതല്ലേ, നമ്മളത് മാനിക്കണ്ടേ, അതൊരു ഗവൺമെന്റ് ജോലിയും കൂടെയാണ്. ചേച്ചി ജോലിക്ക് പോയിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ഇപ്പം ലൈക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ് ആയിട്ട് അനുവിന്റെ അച്ഛൻ. പക്ഷെ എന്താ ഇതിനൊരു കുഴപ്പം? അപ്പോ അച്ഛൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഒന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതാ. ഫോൺ വിളിച്ചിട്ട് ചേച്ചി എപ്പ എത്തണ? അമ്മ എന്തുണ്ടാക്കിയെന്നാ പറഞ്ഞേ? അമ്മ പൂരിയും ഉരുളക്കിഴങ്ങും. നേരത്തെ എന്നെ വിളിച്ചപ്പോ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ? ചേച്ചി അമ്മ പൂരി ഉരുളക്കിഴങ്ങും ഉണ്ടാക്കി വെച്ച്. എന്റെ പൂളക്കറിയോ? അങ്ങനെ
പൂരിയും ഉരുളക്കിഴങ്ങ് കറിയേ ഉണ്ടാക്കാം തീർച്ചയായിട്ടും. അല്ല സുഖല്ലേ? അയ്യോ കാണണ്ട. അപ്പൊ എന്തൊക്കെയാ നമ്മുടെ പരിപാടി ഇന്നത്തെ? എന്താ ചേച്ചി പറയും, മഴ ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. അല്ല അനുവ പറഞ്ഞിട്ടില്ലേ, നമ്മള് നന്ദലത്തിന്റെ മീൻസ് അന്ന് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അത് കഴിഞ്ഞപ്പോ അനു പറഞ്ഞത് ചേച്ചി എന്റെ വീട്ടിൽ വരണം, കുറെ സർപ്രൈസസ് ചേച്ചിക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരുന്നു, മയിലിനെ കാണിച്ചു തരണം. മയില് അല്ലേ, ഈ സ്ഥലത്തിന്റെ പേരാണ് മയിലാടുംപാറ. എന്താ മയിലാടുംപാറ? അന്നൊരു കഥ ഉള്ളതായിരുന്നു അല്ലേ വൈഷ്ണവി? മയിലാടുംപാറ ഉള്ളതാ. പിന്നെ കൽക്കണ്ട അത് ചുമ്മാ ഉണ്ടാക്കി. അപ്പൊ മയിലാടുംപാറ, മയിൽ ഇവിടെ ഇഷ്ടമാണ്. ഒരു 10-20-25 വരാറുണ്ട് ഒരുമിച്ച്. എത്ര 25 അല്ലേ? അങ്ങനെ ഷോയിലൊരു 100 നാവ് 1000 നാവായിട്ടുള്ള നമ്മുടെ അനുക്കുട്ടിയുടെ ആര്യനാട്ടിലുള്ള വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. കോമ കോമ കോമ. എന്തൊക്കെയാ വിശേഷങ്ങൾ? അമ്മയുടെ പോയി ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കല്ലേ എന്ന്. ഫുൾ അടുക്കളയിലാണ്. അമ്മേ അമ്മയോ? സോറി, എങ്ങനെ വിളിക്കാ? ചില്ലറ പൈസ ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അനുവിന്റെ ഈ സൗന്ദര്യം അമ്മയിൽ നിന്ന് കിട്ടിയതാണോ? ഡൗട്ട് ഉണ്ടാവും. ഇരിക്കൂ. അനു ആരെ പോലെയാണ്? അച്ഛനെ പോലെ ആണോ? സ്വഭാവം കൊണ്ടാണോ? സ്വഭാവം അച്ഛനെ പോലെയൊക്കെ ഉണ്ട്. അയ്യോ, കരിപ്പെട്ടി സതീഷ് ഞങ്ങൾ ഇത്ര വലിയ തള്ളാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ തള്ളുകഥയൊക്കെ വീട്ടിലുണ്ടോ? അയ്യോ അത് തന്നെ ശരിക്കും മുതലുള്ള ശീലം ഇതുവരെ മാറിയിട്ടില്ല. ചൊട്ടല ശീലം ചുടലവരെന്നല്ലേ പറയാ? ഈ എന്താ പറയാ, കേക്കട്ടെ ശരിക്കും ഈ ടിവിയില് സ്വന്തം മോളെ കാണുമ്പോ എന്താണ് തോന്നാറുള്ളത്? ഇന്ന് അമ്മ സ്കോർ ചെയ്യട്ടോ. എന്താ ഞങ്ങള് പറയും വീട്ടിലുള്ളതുപോലെ തന്നെ അവിടെ കാണിക്കുന്നത്. അതെ അല്ലേ അമ്മ? പിന്നെ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു. അതുകൊണ്ട് അമ്മ പോകുന്നുണ്ടോന്നും പറയില്ല കേട്ടോ. അല്ല അത് നമുക്ക് ഏകദേശം എന്റെ അനുമോൾ എന്റെ ചാനലിൽ എന്റെ ചാനൽ വളരെ കുറച്ചുപേരെ കാണുള്ളൂ. ചേച്ചി ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നത് പബ്ലിസിറ്റി ഇതെല്ലാരും അറിയണം അല്ലേ? അതെ, ഭയങ്കര എന്താ പറയാ, ഭയങ്കര നാണമൊക്കെ കുണുങ്ങി ട്രേ ഒക്കെ പിടിച്ച് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണല്ലോ ഒരു പെണ്ണ് കാണലൊക്കെ എനിക്ക് മണക്കുണ്ടായിരുന്നു വരണണ്ടപ്പോ. പിന്നെ എന്തൊക്കെയോ സർപ്രൈസസ് ഒക്കെ ഉണ്ടെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിലുള്ള വീട്ടിലുള്ള ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാ? അവള് ഉറങ്ങും. അയ്യോ അവള് കിടന്ന് ഉറങ്ങും. പിന്നെ ഉറങ്ങി എണീച്ച് വരും. പിന്നെ ഞാൻ ചെന്ന് വിളിച്ചാലും പോലും എണീക്കില്ല. പിന്നെ വിളിക്കുമ്പോ ഭയങ്കര ദേഷ്യം. ഉറങ്ങിട്ട് പറഞ്ഞു. ഞാൻ ദേഷ്യമുണ്ടോ? ദേഷ്യമുണ്ട്. അപ്പൊ ദേഷ്യമുണ്ട്. പിന്നെ എല്ലാ സ്വഭാവത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല. അനുസരിക്കൊക്കെ ചെയ്യും. പക്ഷെ എന്തായാലും നല്ല കുട്ടിയല്ലേ? ഉള്ള കാര്യം എല്ലാം ഞങ്ങൾ എവിടെ പോയാലും അപ്പോഴപ്പോഴെ വിളിച്ച് പറയും. അമ്മ ഇന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പണികളൊക്കെ ഒപ്പിക്ക്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ അമ്മമാരെയും വിളിച്ചിട്ട് സുഖല്ലേ, ഷോപ്പിങ്ങിനൊക്കെ പോകുമല്ലോ, സുഖമായിട്ടിരിക്കണോ. ഞങ്ങള് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ ഇവര് പറയും ഇത്ര മണിക്കുള്ളിൽ വരണം. അപ്പൊ ഞങ്ങള് ഓക്കെ എന്ന് പറയും. ലാസ്റ്റ് ടീഷർട്ട് സെലക്ട് ചെയ്തോണ്ടിരിക്കും. എല്ലാം അപ്പൊ അപ്ഡേറ്റ് ചെയ്യും ഞങ്ങള് രണ്ടുപേരും. അങ്ങനെ അപ്പൊ എന്താ, ഇതാണ് നമ്മുടെ അനുക്കുട്ടിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ. ആദ്യമൊക്കെ ഫ്ലോറിലേക്ക് വരാറുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അനു അസിസ്റ്റൻസിനെയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ കസിൻസിനെയൊക്കെ കൊണ്ട്, കൊച്ചു കുഞ്ഞുള്ളതുകൊണ്ട്, മോളെ കുഞ്ഞു ഉള്ളത് 3 വർഷം കൊണ്ട് ഞാൻ അവനെ നോക്കിയില്ലേ, അതുകൊണ്ടാണ് പിന്നെ വരാത്തത്. അവൾക്ക് വരാത്തതിൽ വിഷമമുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അടിപൊളിയല്ലേ? ഇപ്പൊ ഞാൻ ഹാപ്പി. പിന്നെയുണ്ടല്ലോ അനു, പക്ഷെ ആ കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പാവം ഞങ്ങൾക്ക് അക്കോമഡേഷൻ തരുന്ന ഫ്ലവേഴ്സിന്റെ ഹോട്ടലുകാരെ അറിയണില്ലല്ലോ. കുട്ടി മിനറൽ വാട്ടറിൽ മാത്രമേ തല കുളിക്കൂ. അങ്ങനെ 2 ബോട്ടിലാ ചേച്ചി. 2 ബോട്ടിലുകൊണ്ട് തല കുളിക്ക് കഴിയും. ഞാന് ബക്കറ്റിനകത്ത് മുടി ഇങ്ങനെ കമത്തി ഇട്ടിട്ട് ഈ വെള്ളം തന്നെ വീണ്ടും ഒഴിച്ചുകൊണ്ടിരിക്കും. ഭാവിയില് കല്യാണം കഴിക്കാൻ പോകുന്ന ആ ആളുണ്ടല്ലോ, അത് പിന്നെ ആ ആളുടെ ഒരു അവസ്ഥ. വീട്ടിൽ വന്നപ്പോ മുതൽ ചുറ്റും കോഴികളുടെ ശബ്ദമാണ്. ഈ വീടിനുള്ളിൽ ഒരു കോഴി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ സമ്മതിക്കോ ഇല്ലയോ? സത്യത്തില് കുറച്ച് കോഴിത്തരം കയ്യിലുണ്ട്.
കോഴിയല്ലാത്ത ആരാള് സത്യമായിട്ടും ഞാൻ ചെറിയൊരു കോഴി ഞാനും അത്യാവശ്യത്തിനൊക്കെ കോഴിയാ. ഞാൻ ചെറിയ കോഴി. എത്ര പേര് തേച്ചിട്ടുണ്ട്? തേച്ച് കണക്കൊക്കെ ഇപ്പൊ എങ്ങനെയാണ് അതൊന്നും കൊറേ ഉണ്ട് ചേച്ചി. നമുക്ക് സീക്രട്ട് ആയിട്ട് പിന്നെ പറയാം. കാലൊക്കെ അപ്പുറത്ത് അച്ഛനും ഉണ്ട് അമ്മയുണ്ട്, അത് സെൻസർ വെച്ചിട്ട് ഇരിക്കും. അപ്പൊ പിന്നെ വെറുതെ വീണ്ടും കോഴി കൂവി. ഇവിടുത്തെ കോഴിയല്ല, വേറെ ഏതോ വീട്ടിൽ. അയ്യോ, ഇവിടെ ഒരു കോഴിയുള്ളപ്പോ പുറത്തുനിന്ന് നമ്മള് ഹയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് അതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞത്. അനുവിന്റെ ഇവിടുത്തെ വേറെ പ്രത്യേകത അത് നമുക്ക് നോക്കണം കേട്ടോ. അനു എപ്പോഴും പറയും, അതായത് ഷൂട്ട് ടൈമിൽ പോയി വരാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കൂടെ ഒരു കോണി അനു തന്നെ വെച്ചിരിക്കുക. അനു ഇവിടെ ഫ്രണ്ട് ഡോറിൽ കൂടെ കോളിംഗ് ബെൽ അടിച്ചിട്ട് വരില്ലേ വീട്ടിലേക്ക്, ബാക്കിൽ കൂടെ ഒറ്റയ്ക്ക് അനു തന്നെ. അനു തന്നെയല്ലേ വീടൊക്കെ മിടുക്കി കുട്ടിയാട്ടോ. അതായത് വളരെ ചെറുപ്രായത്തില് അനു അതും എടുത്ത് പറയണം. അത് അച്ഛനും അമ്മയും ഇരിക്കുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വേണ്ട. അപ്പൊ ലൈക്ക് എന്താ കാര്യം എന്നറിയോ, അനു ഇങ്ങനെ കാശ് ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ട് എന്നോട് ചോദിക്കും, ചേച്ചി എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ പറയും ലൈക്ക് അസറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങൂ അങ്ങനെയൊക്കെ പറയും. അതുപോലെ വീട് എക്സ്റ്റെൻഡ് ചെയ്തതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അനു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അനു പിന്നെ കൂടെ അനു കംപ്ലീറ്റ്, അതായത് കൊറോണ ടൈമിൽ അല്ലേ, ആദ്യം ഒരൊറ്റ നിലയായിരുന്നു, ഈ 3 ബെഡ്റൂമും ഒരു ടോയ്ലറ്റും അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഈ ചുമരിൽ കൂടെ ഈ വെള്ളം ഇറങ്ങുന്നുണ്ടല്ലോ, അത് വന്നപ്പോൾ ആരും അച്ഛനും പറഞ്ഞു ഷീറ്റ് മുകളിൽ ഇട്ടാൽ മതി, അപ്പോൾ ടെറസിൽ വെള്ളം നിന്നിട്ട് അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും 2 മക്കളുടെയും കല്യാണം കഴിയുമ്പോൾ അവരുടെ ഹസ്ബൻഡൊക്കെ വരും താമസിക്കേണ്ടതല്ലേ, ഞാൻ പറഞ്ഞില്ലേ താമസിക്കേണ്ടല്ല, അപ്പോൾ അവർക്ക് പ്രൈവസി വേണമല്ലോ. അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മുകളിൽ 2 ബെഡ്റൂം കെട്ടാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഞാൻ ആ ടൈമിൽ ചേച്ചിയുടെ കല്യാണ സമയത്താണ് കെട്ടുന്നത്. കെട്ടിയോ? ഇല്ല, ചേച്ചിയുടെ കല്യാണ സമയത്ത്. അല്ല, ചേച്ചിയുടെ കല്യാണ സമയത്താണ് കെട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. വീട് കെട്ടുന്നത്. സോറി. അപ്പൊ എനിക്ക് ആ സമയത്ത് പ്ലാനും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ജസ്റ്റ് ഒന്ന് കെട്ടിടാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 2 ബെഡ്റൂം കെട്ടിടേണ്ട സമയമായിട്ടുണ്ട്. 2 ബെഡ്റൂമും ഒരു ഹോളും പിന്നെ ഒരു ടോയ്ലറ്റും കെട്ടിയിട്ടു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെയൊക്കെ എനിക്കൊരു ആഗ്രഹം, എനിക്ക് സ്വന്തമായിട്ട് ഇപ്പൊ അച്ഛനമ്മയും അന്ന് കൊറോണ ടൈം ആയിരുന്നു. അപ്പൊ എനിക്ക് വരുമ്പോ ഇവിടെ കുഞ്ഞും ചേച്ചി ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നു. കൂർക്കഞ്ചേരി അപ്പുറത്തെ വീട്ടിൽ ഒരു അനു വന്നു, പക്ഷെ എനിക്ക് കൊറോണ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അനു എന്റെ വീട്ടിൽ വന്നില്ല. അതാണ് അനുവിന്റെ മനസ്സ്. അല്ല, അതുപോലെ അല്ല ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാ, ഇവിടെ ഷൂട്ടിന്റെ സമയത്ത് പറയട്ടെ, ഷൂട്ടിന്റെ സമയത്ത് തന്നെ ഷൂട്ടിനൊക്കെ വന്ന് പോകുമ്പോ ലൈക്ക് വീട്ടിലുള്ളവർക്ക് അങ്ങനെ ഒരു കോവിഡോ കാര്യങ്ങളോ ഒന്നും വന്നു. ഒരു കാര്യം അറിയാമോ, ഇവർക്ക് കൊറോണ 2-3 വന്നു, എനിക്ക് മാത്രം വന്നില്ല. ഇവര് പറയും ഞാനാ കൊണ്ട് കൊടുത്തേന്ന്, പക്ഷെ എനിക്ക് വന്നില്ലല്ലോ. വേറെ എവിടെ ചേച്ചി ഓഫീസിലൊക്കെ പോയപ്പോ കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ ചേട്ടൻ കൊണ്ടു കൊടുത്തതായിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഞാൻ സ്വന്തമായിട്ട് വീടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് അതെ കോണി വെച്ചു. പിന്നെ അവിടെ റൂമൊക്കെ സെറ്റ് ചെയ്തു. അതായത് അനു എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി മതിൽ ചാടി വരും. അതായത് വീട്ടിലെ ഗേറ്റ് ഉപയോഗിക്കില്ല, അനുവിനൊക്കെ സെപ്പറേറ്റ് ഇഷ്ടം. രാത്രി മതിൽ ചാടി വന്നിട്ട് പിന്നെ കൂടെ അനു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. മതിൽ ചേർന്നിട്ട് കാർ അവിടെ കൊണ്ട് നിർത്തിയിട്ടേ ബാഗ് എടുത്ത് ഇപ്പുറത്ത് വെക്കുക. എന്നിട്ട് പതിയെ ഈ പട്ടിണ്ടല്ലോ, ഇവിടെ പട്ടി ഉണ്ട്, അവൻ ഭയങ്കര കുരയില്ല, എന്നെ കണ്ടാലും കുരയ്ക്കും. കാരണം ഈ വീട്ടിൽ ആരെ കണ്ടാലും കുരയ്ക്കില്ല, എന്നെ കണ്ടാ കുരയ്ക്കും. ഞാനതെന്താ സംഭവം, അവനെ ഇവിടെ കൊണ്ടുവന്ന അന്ന് മുതൽ ഞാൻ അവനെ നോക്കി കോസ്റ്റ് കാണിക്കും, ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ചെയ്യുന്ന പോലെ. അതായത് ഞാൻ ഈ ഫുഡ് കൊടുക്കുമ്പോഴേ കളിപ്പിക്കും വെച്ച് തരില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അതിനുശേഷം എന്നെ ഇഷ്ടമില്ല. ഇപ്പോഴും ഞാൻ ചെന്ന് ചിലപ്പോ എന്നെ മുറിവും കേട്ടോ എന്നും പറഞ്ഞു, ഞാനും തിരിച്ച് മുറിവും. അതുപോലെ സ്റ്റാർ മാജിക്കിൽ ഏതെങ്കിലും ഒരു ഗെയിം കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അവൻ അറിയാണ്ട് വേറെ സ്ഥലത്തോട്ടൊക്കെയാണ് വരുന്നത്, ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോയി ഇങ്ങനെ കയറും. അതായത് ഇവരുടെ ഉറക്കമൊന്നും കളയണ്ടെന്ന് വിചാരിച്ചിട്ടും കോവിഡ് സമയത്ത് ഇവർക്ക് കോവിഡ് ഒന്ന് സ്പ്രെഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടും അനു ബാക്കിൽ നിന്ന് ഒരു സ്റ്റെയർ ഒക്കെ വെച്ചു, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാ മുകളിലേക്ക് കയറുക അല്ലെ, റൂമിലേക്കൊക്കെ കയറുക. അല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, അപ്പൊ ഭയങ്കര ഹൈപ്പൊക്കെ തന്നിട്ടാണ് ലൈക്ക് ചേച്ചി ഇങ്ങോട്ട് വാ, നമുക്കൊരു സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ നാളായിട്ട് എന്നെ സ്റ്റാർ മാജിക്കിലായാലും പുറത്തിറങ്ങിയാലും ഒരു ഇനാഗ്രേഷന് പോയാലും എവിടെ പോയാലും എല്ലാവരും എന്നെ ഒരു പേര് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പേരൊന്നുമല്ല, എന്നൊന്ന് കളിയാക്കാറുണ്ട്. അത് ഇന്ന് എനിക്ക് ഇവിടെ വെച്ച് ഇന്നത്തെ ദിവസം ലക്ഷ്മി ചേച്ചിക്ക് തെളിച്ചു തരണം. എന്ത് തെളിയിച്ചു? അതൊക്കെ സർപ്രൈസ് ആണ്. ചേച്ചി എന്റെ കൂടെ ഒരു സ്ഥലത്ത് വരാൻ പറ്റുമോ ഇല്ലയോ? വരുമോ? വരുമല്ലോ അല്ലേ. പൊതുവെ തോൽവികൾ എവിടെയൊക്കെ സംഭവിക്കുന്നു അവിടെയൊക്കെ ഞാനുണ്ടാവും. അപ്പൊ ആ ഒരു തോൽവി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ പോവാണ്. കാരണം ഞാൻ തോൽക്കുന്നത് എനിക്ക് ഉറപ്പാണ്. എന്തോ വലിയ വെല്ലുവിളിയാണ്. ഞാൻ തോൽക്കുമെന്ന് എനിക്ക് പേടി ചേച്ചി. ഗെയിമിൽ കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിലും ജയിക്കുമല്ലോ. അത് കാരണം എന്താ കാര്യം? അപ്പൊ ചേച്ചി വന്നാ മതി, അതൊക്കെ സർപ്രൈസാ. ശരി, ഓക്കെ, പോവല്ലേ, നമുക്ക് നേരെ പോവാം. അപ്പൊ ഞാനേ പോവല്ലേ, അപ്പൊ ഞാൻ ഒന്ന് ടച്ച് ചെയ്തിട്ടൊക്കെ വരാം. മേക്കപ്പാ പുറത്തു പോയില്ലായിരുന്നു, കണ്ട് ചേച്ചിയോട് പിടിച്ച് നിൽക്കണ്ടേ. ഇത് കുറഞ്ഞു പോയോ ചേട്ടാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ അത് കുറഞ്ഞു പോയെന്നാണ് കുട്ടി പറയണേ. എന്നാ വേഗം പോയി മേക്കപ്പ് എടുത്തോ. എനിക്ക് റൂമിലേക്ക് പ്രവേശനം ഉണ്ടോ? ഞാൻ വിളിക്കാം, അപ്പൊ വന്നു മതി.
മണിയൂർ എടുക്കാൻ പോയിരിക്കണം. നമുക്ക് പോവാം പിന്നല്ലേ. അനുവിന്റെ അമ്മ പറഞ്ഞു നേരെ ഇതിൽ കയറി കഴിഞ്ഞാൽ അനുവിന്റെ ആ ഒരു വീട്ടിലേക്ക് എത്താൻ പറ്റുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ചക്കര കുട്ടിയാണ് കേട്ടോ. കാരണം ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു നിലയും കൂടെ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളിതേ അനുവിന്റെ ആ ഒരു എന്താ പറയുക സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുക. ഈ ഒരു സ്വർഗം എന്ന് പറയുമ്പോണ്ടല്ലോ ക്യാമറ ഒന്ന് പാൻ ചെയ്ത് കാണിക്കുമോ? ഇതാ ഇവിടെ കുറച്ച് ഡമ്പലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അനു റൂമിലാണ് കേട്ടോ. ഇത് വീട്ടിലുള്ളപ്പോൾ ചെയ്യാനുള്ള സംഗതികളൊക്കെ തല തിരിഞ്ഞു പോയല്ലോ ഈശ്വര. അതായത് ബോഡിക്ക് ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിങ്ങനെ നിന്നിട്ട് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഡമ്പലും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ അമ്മോ, ഇതിന് ഞാൻ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സ്ഥലത്തെയും എല്ലാ തരത്തിലുള്ള ഷൂസുകളും ചെരുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്റ്റാർ മാജിക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഫുട്പാത്ത് എന്നൊക്കെ പറയുന്നത് വളരെ അർത്ഥവത്താവുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോഴായിരിക്കും കേട്ടോ. എണ്ണിക്കഴിഞ്ഞ് ഇൻഫിനിറ്റി എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഇതൊന്ന് എണ്ണിക്കഴിഞ്ഞ് ഞാൻ 365 ദിവസം കഴിഞ്ഞാലും അതത് തീരില്ല. ഇപ്പം പച്ചയ്ക്ക് പച്ച, മഞ്ഞയ്ക്ക് മഞ്ഞ, ചുമപ്പിന് ചുമപ്പ്, അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. ഇനി കുറേ ഗോഡൗണിലെ പെട്ടിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അധികം പറയേണ്ട, എല്ലാം അകത്തേക്ക് കേൾക്കൂട്ടോ. ഇതാണ് അനുവിൻ്റെ സെക്കൻഡ് ഹോം. ഓ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും അവിടെ ഒരു കുട്ടി അലമാരി, ഒരു കുഞ്ഞി സൈക്കിള് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാണ് റൂം. കുറച്ച് പൊട്ടി മതി കുട്ടി. ഓ ബേബി പൗഡർ ഇടാണോ? ഇല്ല, ഞാൻ സംഗതി അടിപൊളിയാണല്ലോ. ഒരു ഗൾഫിലൊക്കെ വന്നൊരു ഭയങ്കര രസം. സത്യം പൗഡർ ഇട്ട മുഖമാണെങ്കിലും എനിക്ക് എന്താ പറയാ, ഈ പൗഡർ അവിടെ ഇരുന്നോട്ടെ. ഞാൻ ഇതിപ്പോ ഞാൻ എന്തിനാ തന്നേന്നറിയോ? മാവ് മോത്തിരിക്കുന്ന പോലെയുണ്ട്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. കാരണം ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയണം. നമുക്കെല്ലാവർക്കും, അതായത് വേറൊരു യൂട്യൂബ് ചാനൽ, അതായത് പുറത്തുനിന്നുള്ള ഒരാളുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ വീട് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായി. അനുവിനപ്പോൾ ഞാൻ അനു ഇങ്ങനൊരു യൂട്യൂബ് ചാനലിൽ നിന്നൊരു ഓഫർ വന്നിട്ടുണ്ട്, അതിൽ നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ വീട് കാണിക്കണം, പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. കുറേ വർഷങ്ങളായി. അന്നും അനു എൻ്റെ അടുത്ത് 8 മാസം സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനു ചേച്ചി ഇപ്പം എൻ്റെ വീട് അങ്ങനെ പ്രസൻറ്റബിൾ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു. കാരണം എന്ത് രസമായിട്ടാ ചെയ്തിട്ടുള്ളേ, അതിൽ അഭിമാനിക്കണം ശരിക്കും. അപ്പോ എന്ത് രസമായിട്ടാ ചെയ്തിട്ടുള്ളേ, അടിപൊളിയായിട്ടുണ്ട്. അയ്യോ എന്റെ കുട്ടിയുടെ പൗഡർ പോയേ, ഇത്തിരി എവിടെ കരയാൻ പാടില്ല. കണ്ണീര് ഒന്നും വിചാരിക്കരുത്, നിങ്ങളൊന്നും വിചാരിക്കരുത്. കുറച്ച് പാണ്ടത്തിരി കൂടുതലുണ്ട്. ഓക്കെ, ഓ ശരി ആയിക്കോട്ടെ, ഒട്ടും കുറയ്ക്കരുത്. ഓ കുറച്ചുകൂടെ ലൈറ്റ് കളറാ. അപ്പൊ എങ്ങടാ പോണേന്ന് പറയാൻ അയ്യോ ഇവിടെയൊക്കെ വെച്ച് തേച്ചിരിക്കുക. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, പക്ഷെ ഒരാൾക്ക് മുഖം കൊടുക്കാത്ത സെൽഫ് മേക്കപ്പിന്റെ ഉസ്താദാണ് നിക്കുട്ടി. പറയും എന്തൊക്കെയാണ് കുറെ ചേഞ്ചസ് വന്നല്ലോ. തടി ഞങ്ങൾ കുറച്ചു, അതുപോലെ തന്നെ ലുക്ക് വൈസ് ഒരുപാട് മാറി. എത്ര ഫാൻസിന് അറിയാൻ ആഗ്രഹം ഉണ്ടാവുന്ന ഇൻക്ലൂഡിങ് ഞാൻ. വെറുതെ ഇരിക്കട്ടെ. ഞാൻ ആദ്യം എനിക്ക് 60 കിലോ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാരും എന്റെ കളിയാക്കുന്നു. ഒന്ന് ഹൈറ്റ് എനിക്ക് കുറവായതുകൊണ്ട് ഗുണ്ടുമാണ്, പിന്നെ ക്യാരക്ടർ നന്നായി. പക്ഷെ ഇങ്ങനെ ചെറുതായിട്ടിരിക്കണോണ്ടല്ലേ എല്ലാവരുടെയും കൊഞ്ചുകുട്ടിയായിട്ട് നടക്കണേ. അത് ശരിയാണ്. പക്ഷെ വരുന്ന ക്യാരക്ടർ ഫുള്ളും ഈ നായകന്റെ അനിയത്തി ക്യാരക്ടർ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. എവിടെ ചെന്നാലും ഞാൻ മാത്രം ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാല് എപ്പോഴും കുട്ടി ക്യാരക്ടറാണല്ലോ കിട്ടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്കെന്നെ തോന്നി കുറച്ച് ലുക്കൊക്കെ ആവണം. അല്ലേലും ലുക്ക് തന്നെയാട്ടോ, ലുക്ക് കൂടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞങ്ങളെ ഇവിടെ ട്രെയിനർമാരുണ്ട്, ജിമ്മിലെ ചേട്ടന്മാര്, ഭയങ്കര എന്റെ സ്നേഹം.
അപ്പൊ ചേട്ടൻ പറഞ്ഞു അനു ഞാൻ ഓക്കെ ആക്കി എടുക്കാം, അനു വന്നാ മതി, പക്ഷെ കൃത്യസമയത്ത് വരണം, പറയുന്ന പോലെ ചെയ്യണം കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഇപ്പൊ ഷൂട്ടില്ലാത്തൊരു ദിവസത്തെ റുട്ടീൻ എന്താ? നന്നായിട്ട് ഉറങ്ങും ചേച്ചി, നന്നായിട്ട് ഉറങ്ങും. അതമ്മ പറഞ്ഞല്ലോ. അതെ, നന്നായിട്ട് ഉറങ്ങും. ഒരു വിളിച്ചില്ല എന്നുണ്ടെങ്കിലും വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ കിടന്നിട്ട് ഒരു 3-4 മണി വരെയെങ്കിലും കിടന്നുറങ്ങും. കാലത്ത് എണീക്കാതെ ഒരു ബ്രേക്ക് എടുക്കാതെ ടോയ്ലറ്റിലും ഉള്ളിട്ട് വന്നിട്ട് കിടന്നുറങ്ങും. അങ്ങനെയുണ്ട്. അതും കൂടെ നമുക്ക് ഫുഡൊന്നും എനിക്ക് വിശപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, വെള്ളം പോലും കുടിക്കാൻ തോന്നത്തില്ല. നന്നായിട്ട് കിടന്നുറങ്ങും. 4 മണി വരെ ഞങ്ങൾ എത്ര മണി വരെ കിടന്ന് ഉറങ്ങും, അത് കുഴപ്പമില്ല. ഇപ്പൊ ഇടയ്ക്ക് അമ്മ വന്ന് വിളിച്ച് വെള്ളം അമ്മ കൊണ്ടുവരും, ജ്യൂസൊക്കെ ഇടയ്ക്ക് കൊണ്ടുതരും. അപ്പൊ സ്കിൻ ഇത്ര ഗ്ലോ ആവുള്ളൂ. അമ്മയാണ് കേട്ടോ ഞാനിങ്ങനെ ആവാൻ കാര്യം. അതെ, എന്നാ അമ്മ ഞാൻ കുറച്ച് കടെടുത്തോട്ടെ. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, അമ്മ ഇരിക്കുമ്പോ അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമമല്ല, കരയും. എന്താ പറയുക, നമ്മളിപ്പോ അമ്മ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയെന്നുള്ളത് അമ്മയ്ക്ക് തോന്നിക്കഴിഞ്ഞ. അപ്പൊ അമ്മയും ചേച്ചിയും കൂടെ എപ്പോഴും ഇപ്പൊ പുറത്തിറങ്ങുമ്പോ എല്ലാരും പറയാറുണ്ടല്ലോ, വണ്ണൊന്നും കുഴപ്പമില്ല, ഇത് മതി എന്നൊക്കെ പറയാറുണ്ട്. ചില അമ്മയും ചേച്ചിയും പറയും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, നിന്നെ പോലെ അല്ലേ ലക്ഷ്മി, അല്ലെങ്കിൽ അല്ല അത് സ്റ്റാർ മാജിക്കിൽ ഓരോ ഗേൾസിനെ കണ്ടിട്ട് അവര് അമ്മ പറയും അവര് കണ്ടോ നല്ല ഷേപ്പ് ഉണ്ട്, നല്ല സ്ട്രക്ചറാണ്. അപ്പം നീ എന്തിങ്ങനെ ഗുണ്ടു, പിന്നെ നമ്മള് ഫ്ലോറിൽ വൈഡ് കാണിക്കുമ്പോ ഞാൻ മാത്രം ഹൈറ്റ് ഓരോ ഗുണ്ടായിട്ട് നിൽക്കുന്നു. പിന്നെ പുറത്തിറങ്ങുമ്പോഴും എല്ലാരും പറയാറുണ്ട് ഞാൻ. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോ എനിക്കും ജിമ്മിൽ പോകണം. മുമ്പ് പോകുമായിരുന്നു, അങ്ങനെ ജിമ്മിൽ പോകുന്നു, വർക്ക്ഔട്ട് ചെയ്യുന്നു, പിന്നെ അമ്മയുടെ ചോറ് ഒഴിവാക്കുന്നു, പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, പിന്നെ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഗ്യാദർ ഒക്കെ ചെയ്യുമ്പോൾ ആ ഹോട്ടലിൽ ആ ഫ്രൂട്ട്സ് മറന്നു വെക്കും. പിന്നെ ഞാനത് എടുത്ത് ഷൂട്ടിന് കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്ന ഫ്രൂട്ട്സ്. ഞാൻ പറഞ്ഞേനെ, കാരണം ഈ അടുത്ത തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലില് ഒരു കിറ്റ് ഫ്രൂട്ട്സ് മറന്നു വെച്ചു. പിന്നെ അവിടെ ഞാനുണ്ടല്ലോ, അത് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയില്ലേ, അന്ന് ഡ്രാഗൺ ഫ്രൂട്ട്സ് കഴിക്കും, പിയാസ് കഴിക്കും, അവക്കാഡോ കഴിക്കും, പിന്നെ ഇതെല്ലാം കഴിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അനുവിന്റെ സൗന്ദര്യ രഹസ്യം എന്ന് പറയണേ. അല്ല, ഇപ്പൊ ഈ സൗന്ദര്യമൊക്കെ കൂട്ടിക്കോട്ടെ എന്താണ് ഒരു കല്യാണം മണക്കുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഫ്രൂട്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കാണിച്ചുതരാം. അനുവിന്റെ കവർ ഇങ്ങനത്തെ കവറാണ് തൃശ്ശൂര് മറന്നു വെച്ചത്, എന്നിട്ട് എന്നോട് പോയിട്ട് എടുക്കാൻ. അത് ഞാൻ എന്താണെന്നറിയോ, നമ്മൾ ഇത്രയും ഈ ലുലുമാളിലൊക്കെ പോയി മേടിക്കുന്നതല്ലേ, അപ്പൊ പിന്നെ കഷ്ടപ്പെട്ട് മേടിച്ചപ്പോ കളയാൻ തോന്നി. ഞാൻ പറഞ്ഞു ചേച്ചി എടുത്ത്, ചേച്ചി വേണ്ട അത് പൊക്കോട്ടെ. അനു നന്നായിട്ട് തയ്ക്കും കേട്ടോ. ഇപ്പൊ പിന്നെ കുട്ടി ബിസി ആയതുകൊണ്ടാ, അല്ലാത്തപ്പോഴേ എന്റെ ഡ്രസ്സൊക്കെ എനിക്ക് കൊളാബ് കിട്ടുമ്പോ തയ്ക്കുകയും ചെയ്യും തേക്കുകയും ചെയ്യും. തേക്കേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കല്യാണം മണക്കായികയില്ല. അമ്മ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് സീക്രട്ട് ആയിട്ട് പറഞ്ഞു. പിന്നെ പറയാം, അയ്യോ നാണം വരണ അങ്ങനെയൊന്നുമില്ല. അല്ല, കാര്യം പറയൂ. ഒരുപാട് ലക്ഷോപലക്ഷം ഹൃദയം തകരാനും കൂടെ എന്നെ കല്യാണത്തിൽ ഇടാൻ വേണ്ടിട്ട് ഇങ്ങനെ കല്യാണത്തിൽ ഇട്. ഇതെന്താ നിക്ഷേപോ? എന്നെ അങ്ങ് ഇടാൻ വേണ്ടിട്ട്. പെട്ടെന്ന് ഇവിടുന്ന് ഞാൻ പോണെന്ന് ആഗ്രഹമൊന്നും ഇല്ല, എന്നാലും അവർക്കില്ല എന്നെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന്. അവർക്കാണോ കുട്ടിക്കാണുള്ളത്? എനിക്കിപ്പോ ആഗ്രഹമില്ല ചേച്ചി. കാരണം എനിക്കിപ്പം ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ എന്താ പറയണ്ട, എനിക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. സിനിമയിൽ അഭിനയിക്കണം, വെരി ഗുഡ്. പിന്നെ കുറച്ച് കാശൊക്കെ സമ്പാദിച്ചിട്ട്. സിനിമയിലത്തെ കാര്യമൊക്കെ കുറച്ച് സർപ്രൈസിംഗ് ആണ്, നമുക്കിപ്പോ അത് റിവീൽ ചെയ്യാനൊന്നും പറ്റില്ല. അതൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ ഞെട്ടിക്കോ. അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് സിനിമയിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയുടെയും കാര്യം എന്താണ് ഈ കല്യാണത്തിന്റെ കാര്യം? അച്ഛനമ്മയുടെ എന്ന് പറഞ്ഞാല് എനിക്ക് അച്ഛന് കുഴപ്പമില്ല. അച്ഛൻ ശരിക്കും അച്ഛൻകുട്ടിയല്ലേ? അച്ഛൻ എന്ന് പറഞ്ഞാ അങ്ങനെ അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല കല്യാണം കഴിക്കണമെന്ന്. അമ്മയെ പറയുന്നത്. അമ്മയെ കൊണ്ട് വലിയ ശല്യല്ലേ? അത് ഏതൊരു അമ്മയ്ക്ക് സത്യമാണ്. ഞാൻ വന്നപ്പോഴും അമ്മ പറഞ്ഞു ഉപദേശിക്കണം. എന്നിട്ട് ആരും ഒന്നും പറയും. അതെ അല്ലേ? ഒരു പരിചയത്തെ ആൾക്കാർ ഒന്നും പറയും. ഓ മൈ ഗോഡ്. എന്നിട്ട് ഒന്ന് പറയോ. ഈവൻ എന്റെ ടീമിലെ ക്യാമറക്കാരോട് വരെ പറഞ്ഞു, മോളെ ഒന്ന് പറഞ്ഞു ഉപദേശിക്കാൻ. എന്നിട്ട് അമ്മയ്ക്ക് വയ്യ. എന്നിട്ട് ഇപ്പൊ എന്താണ് എനിക്ക് എന്താന്ന് പറഞ്ഞാലേ, എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കല്യാണമൊക്കെ കഴിക്കണം, പക്ഷെ നിങ്ങൾ നിർബന്ധിക്കണം. നിർബന്ധിക്കുന്ന ഞാൻ അതിനൊക്കെ ഒരു സമയമുണ്ട് ദാസ. എനിക്ക് കുറച്ച് സങ്കല്പമൊക്കെ ഉണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അനുവിന് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കണ്ടേ? എനിക്കിപ്പം വീടൊക്കെ ഓക്കെയാണ്. പിന്നെ എന്താ പറയണ്ടേ, ഒരു കാറ് മേടിക്കണം.
കാറ് മേടിക്കണം. ആ ഒരു കാറിനെ പറ്റി പറയുമ്പോ അതിന്റെ പിന്നിലുണ്ട് കേട്ടോ. കുട്ടി കഴിഞ്ഞ 1 വർഷമായിട്ട് ഏത് കാറ് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അന്ന് നമ്മൾ മറ്റേ ഇത് വന്നില്ലേ നിസാൻ, അന്ന് അല്ലേ ചേച്ചി? അന്നായിരുന്നു ഫസ്റ്റ് ഞാൻ കാറ് വാങ്ങാണെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫൈനലി കാർ അങ്ങനെ എന്താണ് ഞാൻ അറിയില്ല, അത് സർപ്രൈസ് അല്ലേ ചേച്ചി? എല്ലാം അതായത് ദൈവം അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇങ്ങനെ ലൈക്ക് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അനുവിന്റെ സ്വന്തം കാറിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരണത് നമുക്ക് കാണണം. പേടി, ഞാൻ ഈ വണ്ടി കയറി ഇപ്പൊ നേരത്തെ 2 വീലർ ഓടിക്കണ്ടായിരുന്നില്ല ഞാൻ അനുവിന്റെ അടുത്ത് അല്ലേ? 2 വീലർ ഓടിക്കാൻ ഭയങ്കര പേടിയാ. എന്റെ പേടി എന്നറിയാമോ? ഞാൻ മര്യാദക്ക് വണ്ടി 2 വീലർ ഓടിച്ചിട്ട് പോന്നു, ആരെങ്കിലും ഒന്ന് തട്ടി എന്ത് ചെയ്യും? ഈ വന്ന് ഇടിച്ച് ടാറിലൊക്കെ മുഖമൊക്കെ ഒരിഞ്ഞു പോയാൽ കഷ്ടപ്പെട്ട് ക്രീം അഭിനയിക്കാൻ ആരെങ്കിലും വിളിക്കുവോ? പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ കാശ് കുറെ കൊടുക്കണ്ടേ? അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഡ്രൈവറെ വെച്ച് പിടിച്ചോളാം. അതാണ്. പിന്നെ ഫ്രണ്ടിൽ ഞാൻ ഡ്രൈവ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ഉറങ്ങും എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ടിൽ AC ഇട്ട് കഴിഞ്ഞാൽ ഉറങ്ങും. ഓ അതാണ് പ്രശ്നം. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു ഉറക്കം ഇതിപ്പോ AC ഇവിടെ ഇല്ലായിരുന്നേ, ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചതാ. ഈ റൂം കംപ്ലീറ്റ് എല്ലാം ഞാൻ ഈ കംപ്ലീറ്റ് എന്ന് പറയുമ്പോ ഈ മുകളിലത്തെ റൂം ഫുള്ളും ഞാൻ ചെയ്ത. വെരി ഗുഡ് വെരി ഗുഡ് പ്രൗഡ്. പിന്നെ പുറത്തൊരു കിച്ചൺ ചെയ്ത് കണ്ടില്ലേ വന്ന് ഇറങ്ങിയ സമയത്ത് പുറത്ത്, അപ്പൊ ആ കിച്ചൺ ഫുള്ള് ഞാനാ ചെയ്ത് കൊടുത്തേ. കാരണം ഈ അമ്മ ഉണ്ടല്ല എപ്പോഴും ഈ അടുപ്പത്ത് കിടന്ന് കഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടമില്ല. ആവി അടിക്കുമ്പോ കറക്കാറുണ്ട്, അറിയാലേ, ഇവിടെ കറുപ്പ് വീഴാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഇനി മേലെ ഇനി ഈ അടുപ്പൊക്കെ എടുത്ത് കളയുന്ന പറഞ്ഞിട്ട് ഞാൻ ഒരു അങ്കിളിനെ വിളിച്ചിട്ട് ഒരു മാമനെ വിളിച്ചിട്ട് ഈ അടുപ്പിൽ അങ്ങ് മാറ്റിട്ട് അവിടെ ടൈല് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറത്ത് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറത്ത് ഞാൻ ഒരു ബ്ലാക്ക് ടൈലൊക്കെ മേടിച്ച് ഇട്ടു മിടുക്കി. എന്നിട്ട് തറയൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്തു. പിന്നെ അവിടെ അതെ. എന്നിട്ട് ഞാൻ അവിടെ എല്ലാം അലമാരയെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്ന എവിടെ ഇരുന്നിട്ടാ? സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിന് ഇരുന്നിട്ടാണ് ഞാൻ. മൾട്ടി ടാസ്കിംഗ്. അതെ, ഞാൻ അച്ഛൻ വിളിക്കും, മക്കളെ ഇത് മേടിച്ചു കേട്ടാ, ഏത് കളറൊക്കെ? ബ്ലാക്ക് മതി, കാരണം ഒന്ന് വൈറ്റ് എടുത്ത അവിടെ കളറായ മഞ്ഞൾ വീണ അപ്പൊ അവിടെ അമ്മ അത്രയും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അത് വേണ്ട, പൈപ്പ് എല്ലാം ഞാൻ എല്ലാം മാറ്റി ചെയ്തു. എന്നിട്ട് കാശിട്ട് കൊടുക്കും എല്ലാം. എന്നിട്ട് ലാസ്റ്റ് ആയപ്പം ഞാൻ വന്ന് നോക്കിയപ്പോ ഇവിടെ കിച്ചൺ ഉണ്ടല്ലോ, നോക്കിയപ്പോ അപ്പുറത്തൊരു കിച്ചണിൽ അടുപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാ ആവശ്യമുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, താഴെ സബ് ടൈറ്റിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലെ ഈ കഥ എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ ഞാനത് താഴെ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. കാരണം ഈ കഥ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതായത് അനു ഉദ്ദേശിച്ച പോലെ അല്ല അടുക്കള വന്നത് എന്നാണ് അനു പറഞ്ഞത്. ചേച്ചി ഇപ്പൊ ചേച്ചി ഈ വീട് ഇരിക്കുന്നില്ലേ, ഈ വീട്ടിലൊരു കിച്ചൺ ഉണ്ട്, അവിടെ കുക്ക് ചെയ്യുന്നില്ല. അപ്പൊ പുറത്തൊരു കിച്ചൺ പോറ്റി പറഞ്ഞിട്ട് പുറത്തൊരു കിച്ചൺ വെച്ചു. പറയില്ല, പുറത്തൊരു കിച്ചൺ ഒന്ന് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുത്തു കുക്ക് ചെയ്യാൻ വേണ്ടി. അത് അടുപ്പൊക്കെ ഉണ്ടായിരുന്നു, അടുപ്പൊക്കെ മാറ്റിട്ടാണ് ഞാൻ ഗ്യാസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഞാൻ വെച്ച് ഇനി അമ്മ ഗ്യാസിൽ വെച്ചാൽ മതി എന്നാണ് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വന്ന് നോക്കിയപ്പോ പുറത്ത് വീണ്ടും ഒരു കിച്ചൺ ഉണ്ടാക്കി വെച്ചേക്ക് വന്ന്. മനസ്സിലായി? ഇപ്പൊ ഇതൊക്കെ എഡിറ്ററിന് കട്ട് ചെയ്യാനുള്ളതാ. നമ്മളിങ്ങനെ ടോപ്പിക് ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിച്ച് വഴിയൊക്കെ തെറ്റി ലാസ്റ്റ് ഇത് കൂർക്കഞ്ചേരി പോയി എത്തി. എനിക്ക് അവിടെ നിന്ന് വീണ്ടും ഇനി ഞാൻ ആര്യനാണ്ടേക്ക് വരികയാണ്. എന്താണ് സത്യത്തിൽ അവിടെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിലൊക്കെ പലരും പലതൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഒന്നുമില്ല, എനിക്ക് മനസ്സിലായില്ല. അല്ല എന്താ ഈ കല്യാണക്കാരിയൊക്കെ? കല്യാണം ഞാൻ അല്ല എന്താണ് സത്യത്തിലെ മനസ്സിൽ? ഞാൻ ഇനി എന്താണ് വീണ്ടും ആര്യനാട്ടേക്ക് വരേണ്ടി വരിക? അതിപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുന്ന വെച്ചാല്, ഞാൻ പറഞ്ഞില്ലേ കല്യാണം ഇപ്പൊ നാളെ ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അച്ഛനും അമ്മയും നന്നായിട്ട്, അല്ല അമ്മ നന്നായിട്ട് എനിക്ക് പ്രപ്പോസ് ഒക്കെ വരുന്നുണ്ട്, ചേച്ചിയുടെ വഴി വരുന്നുണ്ട്. പിന്നെ ചേച്ചി ഒരു പാരയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അവൾ എന്റെ നല്ലതിന് വേണ്ടിട്ടില്ലേ. അപ്പൊ പിന്നെ നാളെ തന്നെ അനുവിന്റെ കല്യാണം? അങ്ങനെ എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല. എന്താ അനുവിന്റെ ആഗ്രഹം എന്താ? ഇപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ അഭിനയിക്കുക ഞാൻ പറഞ്ഞില്ലേ, കാശൊക്കെ സേവ് ചെയ്ത് ഒറ്റ ഇതായിട്ട് നിന്നിട്ട് ഇപ്പൊ നാളെ കല്യാണം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നെ ഇട്ടിട്ട് പോയാലും എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെയൊന്നും നമ്മളിപ്പോ ചിന്തിക്കാൻ പാടില്ല. ഇതൊക്കെ പറയാലല്ലോ. അല്ല ഞാൻ ഉള്ള കാര്യം ഞാൻ ജനോട്ട് പറയുന്ന കുട്ടിയാണ്. അല്ല ചേച്ചി, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, എന്റെ ഫ്രണ്ട്സ് കല്യാണം കഴിഞ്ഞു ഇത് ആരാ നോക്കി പറയണം, ചേച്ചി തന്നെ പറയാം. അല്ല എന്റെ ഫ്രണ്ട്സ്, ഞാനിപ്പോ പെൺകുട്ടികളെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്.
പെൺകുട്ടികൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി അനുവിന്റെ ഒരു താത്വിക അവലോകനമാണ്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പെൺകുട്ടികള്. അപ്പൊ ഉപദേശമാണ് നമ്മുടെ എന്റെ എക്സ്പീരിയൻസ് എല്ലായിടത്തും ഇങ്ങനെ നടക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അനുവിന്റെ അറിവിൽ അനുവിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാന്ന് വെച്ചാല് ഇപ്പൊ എന്റെ കൂടെ പഠിച്ച കുട്ടികൾ കൂടുതൽ പേരും കല്യാണം നേരത്തെ കഴിഞ്ഞു വരാം. ഒളിച്ചോടിപ്പോയവരുണ്ട്, ഇറങ്ങിപ്പോയവരുണ്ട്. അത് ആരെന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അതും കൂടെ പറഞ്ഞു ഇല്ല ഞാൻ അതും ഭയങ്കര മോശമല്ലേ. അപ്പം ഇതുപോലെ ഇറങ്ങിപ്പോയവരുണ്ട്. പിന്നെ അച്ഛനമ്മയും പറഞ്ഞ് ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കല്യാണം നിർബന്ധിച്ച് കല്യാണം നടത്തിയവരുണ്ട്. അച്ഛനമ്മമാര് ഭീഷണിപ്പെടുത്തി ഞാൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ അച്ഛനും അമ്മയും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചവരുണ്ട്. ശരി, ഇപ്പൊ എന്താണ് പ്രശ്നം? അപ്പൊ അവരുടെയും അതൊക്കെ നോക്കിയപ്പോ 100-ലൊരു 90% അല്ലെങ്കിൽ വേണ്ട 95% ആൾക്കാർ എന്നോട് പറയുമ്പോ എന്റെ പൊന്നു നീ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കല്ലേ, നീ ഒന്ന് ഒറ്റയ്ക്ക് അടിച്ച് പൊളിച്ച് അച്ഛനും അമ്മയും കൂടെ നിന്ന് സുഖമായിട്ട് ജീവിക്കുക. അതൊന്നാമത്തെ കാര്യം. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കല്യാണം വേണ്ട മനസ്സിലിങ്ങനെ ദൈവം ഇങ്ങനെ പറയിപ്പിക്കുക ചേച്ചി അതിപ്പോ മോള് ഇപ്പോഴൊന്നും കല്യാണം കഴിക്കണ്ട. അങ്ങനെയൊന്നും പറ്റില്ല, അതൊക്കെ അതിന്റേതായിട്ടുള്ള സമയത്താണ്. അതാ ഞാൻ പറഞ്ഞത്, സമയത്ത് നടന്നോട്ടെ, പ്രശ്നമില്ല. പക്ഷെ അമ്മയ്ക്ക് എന്റെ കാര്യം ആലോചിച്ച് എപ്പോഴും അമ്മ കരയും. അതിപ്പോ എല്ലാ അമ്മമാരുടെ കല്യാണം കഴിക്കണം ഒരു നല്ലൊരു ആള് വേണ്ടേ, മനസ്സിൽ പിടിച്ച ആൾ പയ്യൻ വരണ്ടേ. മനസ്സിൽ പിടിച്ച ആളെന്ന് പറയുമ്പോ എങ്ങനെ ഇപ്പം അങ്ങനെ ആരെങ്കിലും ഒരു മിനിറ്റ് ഈ മരുന്ന് പിടിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ മനസ്സിൽ പിടിക്കാന്നുള്ളത് അനക്കുട്ടിയുടെ മനസ്സിൽ പിടിക്കണമെങ്കിൽ എങ്ങനെയുള്ള ഒരാളായിരിക്കണം? ഞാൻ പണ്ട് സ്റ്റാർ മാജിക്കൊക്കെ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞിട്ടുള്ളത് ഹൈറ്റ് ഇങ്ങനെ വേണം, എന്റെ ഹൈറ്റ് ഇത്ര മതി, പിന്നെ എനിക്ക് ഇങ്ങനെ ഹഗ് ചെയ്യണം, അതൊക്കെ ഉള്ളതാണ്. എന്നാലും എനിക്കിപ്പം നമ്മളിപ്പോ ഓരോ വയസ്സ് കൂടുമ്പോഴാണല്ലോ നമുക്ക് കുറച്ച് ബുദ്ധി കൂടി വരുന്നത്. എത്ര വയസ്സ് കൂടി അത് ഞാൻ പറയില്ല. എത്ര ബുദ്ധി കൂടി? കുറച്ച് കൂടിയിട്ടുണ്ട്. വയസ്സ് കൂടുന്തോറും താഴേക്കാണ് ബുദ്ധി വരുന്നത് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിപ്പം എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ഞാനിപ്പോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടാൻ എനിക്കും അഭിമാനമാണ്. നമ്മളിപ്പോ ചേച്ചി വണ്ടി എടുത്തില്ലേ, അപ്പൊ ചേച്ചിയുടെ സ്വന്തം കാശിനല്ലേ ചേച്ചി വണ്ടി എടുത്തത്. അപ്പൊ ഞാൻ എന്റെ സ്വന്തം കാശ് എന്റെ വണ്ടിയിൽ ആദ്യമായിട്ട് പുറത്തുനിന്ന് കയറ്റിയ ഒരാളാണ് കേട്ടോ. ഐ മീൻ എന്റെ അച്ഛനമ്മ ശ്യാം അല്ലാതെ ലൈക്ക് ഫസ്റ്റ് വണ്ടിയിൽ കയറിയ ഒരു ആളാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നത്. ഇനി അത് എപ്പോഴും എന്താന്നൊക്കെ ഒരു റീലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ പുറത്തു വരുന്നുണ്ട്. അതെ അതെ. അപ്പം എനിക്കാണെങ്കിൽ എന്ത് പറഞ്ഞോണ്ട് മറന്നും പോയില്ലേ ചേച്ചിക്ക്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജ് ആയാലും ഇപ്പൊ സോഫ സെറ്റ് ആയാലും കട്ടിലായാലും ഇതായാലും എന്ത് സാധനം മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ശരിക്കും മനസ്സിൽ അതായത് അനുവിന്റെ മനസ്സിൽ പിടിക്കണമെങ്കിൽ എങ്ങനത്തെ എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന ആളായിരിക്കണം. സ്വാഭാവികം. എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളായിരിക്കണം. ഈ മനസ്സിലാക്കാന്ന് പറയുമ്പോ ഇപ്പം ചേച്ചിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അയ്യോ എനിക്ക് അമ്മ അച്ഛന് കൊണ്ടുവരുന്ന ആള് ഇപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ ചിലപ്പോ സ്റ്റാർ മേജിക് കണ്ടിട്ടൊക്കെ ആയിരിക്കും ചിലര് വരുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞ്. ശരിക്കുള്ള സ്വഭാവം അറിയത്തില്ല. ഇപ്പൊ അമ്മ നേരത്തെ പറഞ്ഞു ദേഷ്യപ്പെടാറുണ്ടെന്ന്. ദേഷ്യപ്പെടാറുണ്ട്, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. അങ്ങനെയല്ല, ദേഷ്യം വന്നിട്ട് ഞാൻ ഒറ്റയ്ക്കൊന്നും കരഞ്ഞു ഇതിനെയൊക്കെ ഞാൻ ചീത്ത പറയാറുണ്ട്. ആണോ? ഇവരൊക്കെയാണോ അപ്പൊ ഏറ്റവും കൂടുതൽ ചീത്ത ഏറ്റുവാങ്ങുന്ന ആൾക്കാര്? ഞാൻ ഇതിനൊക്കെ ഞാൻ പിച്ചും ഞാൻ എടുത്ത് ദൂരെ അറിയും. ആ സൗണ്ട് ഒക്കെ ഇട്ടിട്ട് വരാറുണ്ട്. ഇവിടെ ഞാൻ എന്താ വരച്ച് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ വരയ്ക്കാറുണ്ട്. അതൊക്കെ ചേച്ചി പറഞ്ഞ മുന്നേ മാറ്റി വെച്ചു. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഭയങ്കരമായിട്ട് കരയാറുണ്ട്. അപ്പം നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കണം. അതുകൂടാണ്ട് എനിക്കാണെങ്കിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെ ആൾക്കാർ അറിഞ്ഞത് തന്നെ ഞാൻ ഈ അഭിനയം അല്ലെങ്കിൽ ഈ ഫീൽഡ് വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ എത്ര നാളെ എന്നെ ആൾക്കാർ വിളിക്കുന്നറിയില്ല, എന്നാൽ എന്റെ ആഗ്രഹം അമ്മൂമ്മ ആയി കഴിഞ്ഞാലും പ്രായമായി കഴിഞ്ഞാലും എനിക്ക് ഈ അമ്മ ക്യാരക്ടറൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അതിപ്പോ ഈ പ്രായത്തിൽ അമ്മ ക്യാരക്ടർ വിളിച്ചാലും ഞാൻ പോയി ചെയ്യും. നല്ല ക്യാരക്ടർ, നല്ല സിനിമയിലൊക്കെ. അപ്പൊ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാല് എനിക്ക് ഒരാളും തടയാൻ പാടില്ല, എനിക്ക് അഭിനയിക്കണം. പോകുന്ന വഴിക്ക് എനിക്ക് കിട്ടിയൊരു കഴിവാണെന്ന് ഞാൻ പറയത്തില്ല, കിട്ടിയൊരു ഗിഫ്റ്റാണ്. അപ്പൊ ആക്ച്വലി ഈ കഴിവ് അച്ഛൻ്റെതാണോ? അച്ഛൻ നാടകത്തിൽ പണ്ടുണ്ടായിരുന്നു. Oh my God. അപ്പം നമുക്ക് ഡ്രാമാറ്റിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സതീഷനങ്ങളെ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും നമുക്കറിയത്തില്ലല്ലോ ചേച്ചി ഷൂട്ട് എപ്പോഴാണ് നമ്മൾ കഴിയുന്നതെന്ന്. അപ്പം ഞങ്ങൾക്ക് ഇപ്പൊ അയാൾക്ക് മനസ്സിലാവണം ഷൂട്ട് ഇത്ര സമയത്താണ് കഴിയുന്നത്. ചില നീ ഇത്ര സമയം എവിടെ പോയി കിടന്നേ, നീ എവിടെയായിരുന്നു, നീ ആരുടെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടല്ലോ. അത് പലരുടെ ലൈഫ് നടക്കുന്നതാണെന്ന് ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഇപ്പൊ ലൈവായിട്ട് പറയുന്നത്.
അതൊന്നും അങ്ങനെ ചോദിക്കാം. ഒന്നും മനസ്സിലാവും അവൾക്ക് ഇത്ര സമയത്ത് ഷൂട്ട് ഉണ്ട്, അവൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയാണ്, ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ വിളിച്ച് പറയാറുണ്ട് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഇനി അഥവാ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ എന്താ പറയാ മനസ്സിലാക്കണം അവൾ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. പരസ്പര വിശ്വാസം വേണം. അതൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങള്. അതെ, ഏത് പെൺകുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണ കുറച്ച് കൺസേൺസ് മാത്രമേ അനുവിനുള്ളൂ. എന്തായാലും അധികം വൈകാണ്ട് ട്രാപ്ഡ് ആവുന്ന തോന്നുന്നുണ്ട്. കാരണം അമ്മ 2 വാളെടുത്തിട്ടാ നിക്കണേ. എല്ലാം സെറ്റാ. അമ്മ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ നിനക്ക് ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങള് റെഡിയാണ്, പറഞ്ഞു കഴിഞ്ഞാൽ മതി, ഒന്നുമില്ല, നമ്മള് അമ്പലത്തിൽ പോയി കല്യാണം താലി കെട്ടും, പിന്നെ നീ പറയുന്ന എവിടെയാന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണോ നടത്തുന്നത്. അടിപൊളി അച്ഛനും എങ്ങനെ വേണോ അച്ഛനും ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരാളെ കിട്ടട്ടെ. ഒന്നും കൂടെ പിഴിയുന്നുണ്ട് ഞാൻ, അങ്ങനെ ഒരാള് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ കണ്ട് വിശ്വാസമുണ്ട്. എത്രയും പെട്ടെന്ന് വരട്ടെ, എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ഞാൻ പറയാം. പെട്ടെന്നല്ല, കുറച്ച് ടൈം വേണം. ഓക്കെ, കുറച്ച് ടൈം വേണം, അവർ തമ്മിലൊന്ന് മനസ്സിലാക്കി എടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പോഴേ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ചേച്ചിക്ക് ഇന്ന് ഭയങ്കര സർപ്രൈസ് ആണെന്ന്. എന്താ അത്? സമയം ചേച്ചി, സമയം പോയി കഴിഞ്ഞാൽ അത് അയാൾ അവിടെ നിന്ന് പോവും. ഇനി നൈസായിട്ട് ഇതാണ് ചേച്ചി ഞാൻ പറഞ്ഞ ആ ആള്, ഞങ്ങളൊന്ന് പെണ്ണ് കണ്ടിട്ട് വരാം. അതാണോ? അല്ല ചേച്ചി, വേറെ സർപ്രൈസ്. അത് ഭയങ്കര സർപ്രൈസ്. എന്നാ പോവാം, സമയം ഒരുപാടായി. ഓക്കെ, എന്നാ ഞങ്ങള് പതുക്കെ ഒന്ന് എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത് അറിയില്ല. പോവാ പണി. ഇനി എനിക്ക് ദൈവമേ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ അനൂപേട്ടനും അഖിലേട്ടനും എല്ലാരും കൂടെ കൂടിയിട്ട് ഞാനും കൂടെ രക്തത്തില് പങ്കുണ്ടായിട്ട് ഞാനാണ് എല്ലാരെയും പ്രാങ്ക് ചെയ്യാനായിട്ട് മുന്നിട്ട് നിന്നിരുന്നത്. ഇവരെല്ലാരും കൂടെ എന്നെ ആര്യനാട് വിളിച്ചു വരുത്തിയിട്ട് എനിക്കുള്ളൊരു പ്രാങ്ക് ആണ്. എന്റെ മൂത്ത് കളത്തരം വരണേ. ഇല്ല, ഉണ്ടോ ശ്യാം ചേട്ടാ? അല്ല ശ്യാമേ ഉണ്ടോ? സത്യമായിട്ട് എനിക്കുള്ള പ്രാങ്ക് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. നീ എന്റെ വിശ്വാസം ഇല്ലേ? ഒട്ടുമില്ല സത്യം പറഞ്ഞ. എന്തായാലും ശരി, ഫ്രാങ്ക്. എന്തായാലും നമുക്ക് പോവാം. യെസ്, അച്ഛനെ കണ്ടില്ലല്ലോ. അച്ഛൻ വരും. വലിയ കാര്യത്തിൽ എന്നെ കൊണ്ടുപോകണൊക്കെ ഉണ്ട്. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ റൂം ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. ഓക്കെ, ഈ റൂം ഞാൻ ഒരു കാര്യം പറയട്ടെ. സിനിമയിലൊക്കെ നമ്മൾ കാണില്ലേ, ആരെങ്കിലും ഒക്കെ ഒളിപ്പിച്ചിട്ട് തുറക്കാൻ നോക്കുമ്പോ അത് തുറക്കരുത്, അതില് പ്രേതമുണ്ട് ഭൂതമുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ. എന്താ ഞാൻ പറയട്ടെ? എന്താ? സൂപ്പർ ഒട്ടിച്ചിക്കോ, അത് ഒട്ടിപ്പിടിക്കും. ഇല്ല എന്താ സംഭവം എന്ന് വെച്ചാലേ, ഒരു മിനിറ്റ്, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. ഒരു മിനിറ്റ്, ഞാൻ തള്ളി തുറക്കുമ്പോ എനിക്ക് ഷൂട്ടില്ലല്ലോ, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല ഷൂട്ടില്ലല്ലോ. ഇല്ല, ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. ഉള്ളപ്പോഴേ, അല്ല സോറി, ഇല്ലാത്തപ്പോഴേ. അല്ല ഇല്ലാത്തപ്പോ എനിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട്. ഉണ്ടെന്നേ, ആ ബിസിനസ്സിനാണ് ഇതിനകത്ത്. ആ ഗോഡൌൺ ആയിരുന്നു. അതിനൊന്നും ഞാൻ തുറന്നു കണ്ട ചേച്ചി. ക്യാമറ വേണ്ട? അല്ലല്ല, ഇപ്പൊ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ചേച്ചി ഈ റൂം കാണണോ? ക്യാമറ വെച്ചു. ഇതെന്താ? ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പനയില്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന. ഒരു മിനിറ്റ്, ഇതില് എന്റെ ബിസിനസ് ആണ് ചേച്ചി. ഏതെടുത്താലും 100 രൂപ, ഏതെടുത്താലും 100 രൂപ. ചേച്ചിക്ക് ആയതുകൊണ്ട് ഞാൻ വെറും 99 രൂപയ്ക്ക് തരുന്നതായിരിക്കും. ഇതാണ് എന്റെ എന്താ പറയുക ആകെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. കണ്ടില്ലേ, 8 വർഷം വേണ്ടി ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതാണ്. കുട്ടി 8 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 8 വർഷത്തെ സമ്പാദ്യം ആണെന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഈ സീരിയലൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മുടെ പ്രോഗ്രാംസിന് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാ? ഞാൻ ഈ ഫീൽഡിൽ വന്ന് അന്ന് മുതലുള്ള എല്ലാ ഡ്രസ്സും ഉണ്ട്. ഇനി ഇരിപ്പുണ്ട് താഴെ അച്ഛന്റെ അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ റൂമിലാണ്. അതാണ് കുട്ടി ഇനി ഇത് റീസെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ട്. ഇത് ഞാനിപ്പോ ഉപയോഗിച്ച ഡ്രസ്സ് തന്നെ വീണ്ടും ഉപയോഗിക്കും ചേച്ചി. അതെ, ഒന്നും ഞാൻ കളയത്തില്ല. ഓ കണ്ടോ, ദിസ് ഇസ് മൈ സ്റ്റൈൽ എന്നുള്ള സിംബോളിക് രീതിയിലുള്ള ഒരു പിക്ചറും കൂടെ ഇവിടെയുണ്ട് കേട്ടോ. അയ്യോ, അതെ. അപ്പൊ അനുവിന്റെ ഡ്രസ്സിംഗ് സെൻസ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒക്കെ ഉത്ഭവം ഈ റൂമിൽ നിന്നാണ്. കുട്ടിക്ക് ഡ്രസ്സുകൾ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലല്ല പറയട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും ദുഃഖം തോന്നുകയാണെങ്കിൽ ഈ നിധിയിലേക്ക് കുറച്ച് ഡ്രസ്സ് ഇട്ട് സഹായിക്കണം. ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കുറച്ച് ഡ്രസ്സ് ഇട്ട് സഹായിക്കണം. ഞാൻ കുറച്ചു പേർക്ക് കൊടുത്തു, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം കൊടുക്കുമ്പോ. നമ്മുടെ ഡ്രസ്സല്ലേ ഇട്ട് മുഷിഞ്ഞ. അല്ല, പിന്നെ ഉണ്ടല്ലോ, ലൈക്ക് ഓരോ സീരിയൽ ആർട്ടിസ്റ്റുകളുടെ, അതായത് ഇതിപ്പോ കാണുന്നവർക്ക് വേണ്ടി പറയാണ്, അതായത് ഒരു ദിവസം
ദിവസം തന്നെ അവർക്കൊരു 8 8 എനിക്ക് എത്ര ഡ്രസ്സ് വേണം? ഒരു 10-16 സാരി വേണം ഒരു ദിവസം മാത്രം. ഒരു ദിവസം തന്നെ. എന്നിട്ട് അത് ഒരു 3 മാസം കഴിയുമ്പോ എല്ലാരും മറക്കുമല്ലോ. അപ്പൊ അവര് വീണ്ടും എങ്ങനെ അറിയാം? അയ്യോ ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ ചെയ്യാറുണ്ട്. ഇത് കൂടാണ്ട് ഇനി താഴെ അച്ഛന്റെ റൂമിലൊക്കെ ഡ്രസ്സ് ഉണ്ടെന്ന് പറയണേ. ഇത് എനിക്ക് തോന്നുന്നു സൂസുവിന്റെ ആണോ? സൂസുവിന്റെ എല്ലാം ഇരിപ്പുണ്ട്. അത് അവിടെ ഞാൻ സ്റ്റുഡിയോയിൽ വെച്ചിരിക്കുക. അതൊരു ബാഗ് നിറച്ച് സാരി ഇവിടെ, കുറെ ടോപ്പ് ഇവിടെ. ക്യാമറ ഇങ്ങോട്ട് വരും. നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ ചേച്ചി പെട്ടെന്ന്. ശരി ഏട്ടാ, ഞാനൊക്കെ അലമാരിയിൽ വെക്കണോണ്ടേ നമുക്ക് എന്തുണ്ടെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. കണ്ടോ, ഇത് അലമാരിയില്ലേ, ഇത് നിറച്ച ഡ്രസ്സ് ആയത്. ഇത് നോക്കി, ഇത് ഈ പെട്ടി, ഇത് ഇവിടെ ഇതൊക്കെ. ഇത് അണ്ടർസ്കർട്ടാ മൊത്തം. കുട്ടി കുറച്ച് കഴിഞ്ഞ അടിവസ്ത്രങ്ങൾ വരെ കാണിക്കും. പിന്നെ ഇതാ ഇതിന്റെ അടിയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാ. ഓക്കെ, അപ്പൊ ഒരു റൂം മൊത്തം മനുവിന്റെ ഡ്രസ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ബാഗൊക്കെ ഇതിൽ ഒരുവിധമൊക്കെ കൊളാബാണ്. കാരണം ഇൻസ്റ്റയിൽ നമ്മൾ ടാഗ് ബാഗ് ഞാൻ മേടിച്ചത്. ബാഗ് മാത്രം കാശ് കൊടുത്ത് വാങ്ങിയതാ. അപ്പളേ അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സംഗതി എല്ലാം ഓക്കെ, തമാശ എല്ലാം ഓക്കെ. അനുപേട്ടനും മകിലേട്ടനൊക്കെ എപ്പോ വരും എന്നെ പ്രാങ്ക് ചെയ്യാൻ? ചേച്ചി വാ. നല്ല രസമുള്ള സ്ഥലത്താണ് അനുവിന്റെ വീട് കേട്ടോ. നല്ല കാറ്റല്ലേ? നല്ല കാറ്റും ഭയങ്കര രസാ. അവിടെ മൊത്തം പൈനാപ്പിൾ തോട്ടം അങ്ങനെയുള്ള മരച്ചിനി തോട്ടം. എന്ത് തോട്ടം? മരച്ചിനി തോട്ടം. മരച്ചീനി കപ്പത്തോട്ടം. കപ്പ ഞങ്ങള് കൊള്ളിന്ന് പറയും. പിന്നെ നമ്മൾ തീ വെക്കുന്നതിനാണ് കൊള്ളിന്ന് പറയുന്നത്. അമ്മ എവര് മരച്ചിനി പറയണ കൊള്ളിന്ന്. തീക്കൊള്ളി വെക്കട്ടെ, തീക്കൊള്ളി വെക്കട്ടെ എന്ന് പറയില്ലേ? പിന്നെ എന്തൊക്കെ ഉണ്ട് ഇവിടെ? മാങ്ങയുണ്ട്, പുർത്തിയുണ്ട്. പുർത്തി പുർത്തിച്ചക്കേ, പൈനാപ്പിൾ. പുർത്തിച്ചക്കാന്നോ? പുർത്തിച്ചക്കാന്നാണ് നമ്മള് പൈനാപ്പിൾ എന്നാ പറയാ. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ? പിന്നെ എല്ലാം ഉണ്ട് ചേച്ചി, ഇല്ലാത്ത. പിന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള അനുക്കുട്ടി ഉണ്ട്. അയ്യോ എവിടെ പോകുന്നേ പറയട്ടെ. എന്താ ഈ നമ്മളിപ്പോ സ്ഥലത്ത് പോവാന്ന് പറഞ്ഞില്ലേ? ഇത് ഈ എന്താ പറയാ, ഈ ഐസ്ക്രീം ബാറിലൊക്കെ പോവില്ലേ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട്, അതുപോലെ വെറുതെ സസ്പെൻസ് ഇട്ട് ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. എനിക്ക് മനസ്സിലായി ഇത് ചീറ്റിപ്പോയി. അനുപേട്ടനൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞോളൂ, ഇത് പ്രാങ്ക് ആണ്. ബാക്കി എല്ലാവരും സ്റ്റാർ മാജിക്കിൽ പറ്റിച്ചു, എന്നെ വീട്ടിലേക്ക് വിളിച്ചു എന്നെ പറ്റിക്കാനുള്ള പരിപാടി. ഞാൻ ഒരു മുഴുവൻ മുന്നേ മനസ്സിലാക്കി എന്ന് ഷോ ഡയറക്ടറിനോട് അല്ല, ഇത് ഞാൻ സത്യം ഞാൻ പറയട്ടെ. സത്യം അതന്നെ. ചേച്ചി വരുന്നു അറിഞ്ഞല്ലോ. അപ്പൊ ഞാനും പറഞ്ഞിട്ടില്ലേ, ഇതുപോലെ തന്നെ എല്ലാരും കളിയാക്കാറുണ്ടല്ലോ. എന്ത് പറഞ്ഞിട്ടൊക്കെ പല കാര്യങ്ങളും മധുരം പറഞ്ഞ് കളിയാക്കാറുണ്ട്. പിന്നെ വേറെന്ത് പറഞ്ഞ് കളിയാക്കാറുണ്ട്? ഏറ്റവും കൂടുതൽ എല്ലാം പറഞ്ഞ് കളിയാക്കാറുണ്ട്. എന്നാലും ഞാൻ പറയട്ടെ, ഇനിയിപ്പോ ഞാൻ ഒന്നും ഒളിക്കുന്നില്ല, അങ്ങ് പറയാം. എനിക്ക് ചേച്ചിക്ക് അല്ല, ഞാൻ ചേച്ചിക്ക് എല്ലാം മാറിപ്പോയി. ഞാൻ എന്തൊക്കെ പറയുന്നത്, ഞാൻ ചേച്ചിക്ക് ഒരു തലക്കറി ഉണ്ടാക്കി തരണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് വലിയ തലക്കറി. അല്ല, ആർക്കെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കഴിച്ചപ്പോരേ ചേച്ചിക്ക് ഉണ്ടാക്കി തരണം. അല്ല, അനു നന്നായിട്ട് കുക്ക് ചെയ്യുന്ന എനിക്കറിയാം, പക്ഷെ തലക്കറിയൊക്കെ ഇവിടെ തല വാങ്ങി വെച്ചിട്ടുണ്ടോ? ഇല്ല, അത് മേടിക്കാൻ പോകണം. മാർക്കറ്റിൽ പോയി തല വാങ്ങി കൊണ്ടുവന്ന് തലക്കറി വെച്ച് തരികന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നടക്കണ കാര്യമാണോ? പറയാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. കുറെ നാളായി ഞാൻ മാർക്കറ്റിലൊക്കെ പോയിട്ട്. അല്ല, ഇതിന്റെ സത്യാവസ്ഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്താണ്ടാവാൻ പോണെന്ന് അറിയോ? അനുവിന്റെ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുവായിരിക്കും. ഇല്ല, നമ്മള് ലൈവായിട്ട് ചേച്ചിയുടെ മുന്നിൽ ചേച്ചി ഉണ്ടാക്കി തരും. അത് ചേച്ചിക്ക് ഞാൻ കഴിക്കാൻ സ്റ്റാർ മാജിക്കില് ലഞ്ച് ടൈമില് ഒരാളുടെ ഈവൻ ഒരു ചാളയുടെ തലയാണെങ്കിൽ വരെ പോലും കിട്ടില്ല കേട്ടോ. തല്ലുകൂടി എല്ലാവരുടെയും വാങ്ങി എന്റെ മുള്ളടക്കം കഴിക്കണ ഒരാളാണ്. മുള്ളു കഴിക്കാൻ നല്ലതാ ചേച്ചി. നമുക്കിന്ന് മുള്ളൊക്കെ നമുക്ക് കഴിക്കണം. ഞാനും ഭയങ്കര കുക്കാണ്. പോവാ. എന്തായാലും ഇതൊരു വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തിട്ട് പോവാ. ഇവിടുന്ന് കുറെ ദൂരം പോണേ? ഇവിടുന്ന് കുറച്ച് ഒരു 10-15 കിലോമീറ്റർ. ഇത് ചൂര, ഇത് അയല അല്ലേ? എനിക്ക് പലപ്പോഴും പറയാറുണ്ട്. തല ഗൂഗിൾ പേ അല്ലേ? ഗൂഗിൾ പേ ഞാൻ ചെയ്തുതരാം. ഞാൻ ചെയ്യാം. അങ്ങനെ പറയരുത്. ഞാൻ വേറെ ലൊക്കേഷനാ നോക്കി വെച്ചിരുന്നതേ. പക്ഷേ ചോദിച്ചോ, നമുക്ക് 2 തലയും ഇതിനകത്ത് കിടക്കണം. ഇതെന്താ അച്ചാറുണ്ടാക്കുവാണോ നമ്മള്? ഇത് ഈ മീൻ വരെ നാക്ക് പുറത്തിട്ട് തുടങ്ങി. സതീശൻ എന്ന് പറഞ്ഞ പേരും ഭയങ്കര ഫേമസ് ആ. ഉപ്പിലിട്ട മാങ്ങയുണ്ട് എനിക്ക് ഉറക്കമില്ലാണ്ടായി, പിന്നെ കാലിന് വയ്യാണ്ടായി, മൊത്തത്തിൽ ഭയങ്കര പ്രശ്നമായി, സങ്കടമായി. കരയരുത്. കണ്ണീര് തുടങ്ങിയാണ്, കുഴപ്പമില്ല.
നമ്മുടെ ഫാമിലിയോട് ഇങ്ങനെയാണ് ചേച്ചി, സങ്കടം വന്നാലും സന്തോഷം വന്നാലും കരയും.